യേശുക്രിസ്തുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ശ്രേഷ്ഠമേറിയ നിലവാരത്തിൽ തൻ്റെ കുടുംബത്തിലും സഭയിലും ദേശത്തും എല്ലാം അനേകരുടെ ജീവിതത്തിൽ പ്രത്യാശയും അനേകരുടെ ജീവിതത്തിൽ വിശ്വാസവും ദൈവത്തിലുള്ളതായ എല്ലാ പ്രതിഷ്ഠയും ഉണ്ടാകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധാത്മാവിനെ സഹായിക്കുമാറാകണേ. ദുഃഖത്തിലിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും അവിടെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാർത്തിരുന്ന ഈ ഭവനത്തിൽ നിന്ന് കർത്താവെ യാത്ര പറയുകയാണ്. കർത്താവെ സൂക്ഷിക്കോട് നേതൃത്വം തരണമേ. എല്ലാ മക്കളെയും ആശ്വസിപ്പിക്കണമേ. ആശ്വാസം കർത്താവെ പകരണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ നമ്മെ വിട്ടു പോകുമ്പോൾ നമുക്ക് താങ്ങുവാൻ കഴിയാത്ത വേദനയും ഭാരവും ഉളവാക്കുന്നതാണ്. സർവബുദ്ധിയെയും കവിയുന്ന ദൈവീയ സമാധാനം, സർവാശ്വാസവും നൽകുന്ന ദൈവകൃപ ഓരോരുത്തരുടെ മേലും ദൈവം പകർന്ന് സഹായിക്കുന്നു. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലനോട് പറയുന്നൊരു വാക്യം എങ്ങനെയുണ്ട്? അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞുപോകും. ഈ ഭൂമിയിലെ വാസം കഴിഞ്ഞാൽ മനുഷ്യൻ പോകുവാനുള്ളതോടമാണ് ശാശ്വതമായത്. ഈ ഭൂമിയിലുള്ളതൊന്നും ശാശ്വതമല്ല. 70 സംവത്സരം ഏറെയായാൽ 80 സംവത്സരം അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രയെന്ന് വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ടാകയാൽ 70-80 വർഷങ്ങൾ ചില നാളുകൾ മാത്രം ഇവിടെ ജീവിച്ചിട്ട് മനുഷ്യൻ പോകുന്നത്
സ്ഥലമാണ് ശാശ്വതമായ ഇടം, ഈ ഭൂമിയിൽ ഒന്നും ശാശ്വതമായതല്ല. ആകയാൽ ആ ശാശ്വതമായ ഇടം ഏതെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഈ ഭൂമിയിലെ വാസം നമുക്കിടയാകട്ടെ. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവപൈതന് ഉറപ്പുണ്ട്, ഞാൻ ജീവനെ വിട്ടാൽ, എന്റെ കർത്താവ് വന്നാൽ, എന്റെ മരണം സംഭവിച്ചാൽ ഞാൻ ആ ശാശ്വതമായ നിത്യഭവനത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ഭവനത്തിൽ ഞാൻ ചെന്നു ചേരുമെന്നുള്ള പ്രത്യാശ ഓരോ ദൈവമക്കളെയും ഭരിക്കുവാനിടയാകട്ടെ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ആ പൂർണ്ണ പ്രത്യാശ പ്രാപിച്ചിട്ടില്ല എങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടവരായി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ശാശ്വത ഭവനത്തിൽ ചെന്നു ചേരുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഈ ഒരു വായ്പാട് സഭയുടെ എല്ലാവിധ പ്രത്യാശയും അതോടൊപ്പം ദുഃഖത്തിലും പങ്കുചേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. സമയം അനുവദിച്ച ബഹുമാന്യ ദേവദാസനോട് നന്ദി അറിയിക്കുന്നു. കർത്താവിനെ എനിക്ക് സഹോദരി സഹോദരന്മാരെ, അനിവാര്യമായ ഒരു സത്യത്തിലേക്ക് ഇന്ന് നമ്മുടെ അപ്പച്ചൻ കടന്നുപോയിരിക്കുകയാണ്. ഈ ലോക ജീവിതത്തിലെ തൻ്റെ കർത്തവ്യങ്ങളെല്ലാം നിറവേറ്റി മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഓരോ സ്ഥാനങ്ങളിലാക്കി ആരാധനയിൽ പങ്കുകൊള്ളുകയും അതിൻ്റെ അനിവാര്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയും തൻ്റെ ഈ ലോക ജീവിതവാസം അവസാനിപ്പിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തിരിക്കുകയാണ്. ഈ മുൻപേ പോകുന്നതെന്ന് ബൈബിളിൽ പറയുന്നത് പോലെ തന്നെ നമുക്കൊക്കെയും വാസസ്ഥലം ഒരുക്കാൻ വേണ്ടി അപ്പച്ചൻ നമുക്ക് മുമ്പേ കടന്നു പോവുകയാണ്. ഈ അവസരത്തിൽ അപ്പച്ചനെ പറ്റി പറയാനേറെയാണ്. നമുക്കറിയാം, ഏതൊരു സാഹചര്യത്തിലും എല്ലാവിധ ഒരു കർത്തദാസനായി തന്നെയായിരുന്നു അപ്പച്ചന്റെ ജീവിതകാലം മുഴുവൻ പൂർത്തീകരിച്ച് അതിൻ്റെതായ വാസസ്ഥലമാണ് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും അധികം ആശ്വാസം പകരുന്നതിനോടൊപ്പം എന്റെ പഞ്ചായത്തിന്റെ പേരിലുള്ള ശ്വാസം വരെയും ജീവൻ അന്യശ്വാസം വരെയും കാലം കഴിയുന്ന നാളുകൾ പോയി കർത്താവിൻ വരവു സമീപമായി മഹത്വനവകൾ പോയി കർത്താവിൻ വരവു സമീപമായി മഹത്വനാമത്തെ കീർത്തിപ്പാൻ ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും യേശുവിനാൽ ജീവൻ വച്ചിടും നമ്മുടെ തനിക്ക് കൊടുത്ത ആയുസിന്റെ സായാഹ്നം വരെയും ജീവിപ്പാൻ, ആരോഗ്യത്തോടെ ജീവിപ്പാൻ, പ്രത്യാശയോടെ ജീവിപ്പാൻ കർത്താവിന്റെ ജനങ്ങൾക്ക് കൈത്താങ്ങലും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ ഒന്ന് സഹായിച്ചതിനായി സ്തോത്രം. തന്റെ ജീവിതയാത്രയിൽ ആദ്യം തൊട്ട് ഈ നിമിഷം വരെയും കർത്താവ് നടത്തിയ എല്ലാ വഴികളെ ഓർത്ത് അങ്ങനെ സ്തുതിക്കുന്ന കർത്താവെ, തന്റെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്ന ഈ മകനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ സഭയെ അത് കർത്താവെ പ്രോത്സാഹിപ്പിക്കുകയും വഴി നടത്തുകയും അതിന്റെ പ്രവർത്തന പാദത്തിൽ കർത്താവെ ഇവിടുന്ന് കൂടെ ഇരുന്ന് എല്ലാ വിധമായ സഹകരണങ്ങളും സഹായവും നൽകി
സഭയെ പണിയുവാനും നടത്തുവാനും തക്കവണ്ണം കർത്താവ് സഹായിച്ചതിനായ സ്തോത്രം. തനിക്ക് കൊടുത്ത തലമുറകൾക്കായി സ്തോത്രം. കർത്താവിനെ സ്നേഹിച്ചും മാനിച്ചും കൊണ്ട് അങ്ങയുടെ പാതയിൽ ജീവിപ്പാൻ കുടുംബങ്ങളെല്ലാം ഒരുക്കിയതിനായി നന്ദിയോ സ്തോത്രം. കർത്താവെ, പ്രിയ പിതാവിന്റെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, കൊടുത്തതായ പ്രത്യാശയ്ക്കായി സ്തോത്രം. കർത്താവെ, ഇന്ന് തന്റെ സംസ്കാര ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞങ്ങളെവിടെ ആയിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ തിരുസാന്നിധ്യം നൽകണം. കർത്താവ് ശുശ്രൂഷകര കരങ്ങളെടുത്ത് ഉപയോഗിക്കണം. കർത്താവെ, കൂടി വന്ന ജനത്തിന് വേണ്ടതായ സമാധാനവും പ്രത്യാശയും കൊടുത്ത് കർത്താവെ സന്തോഷമായ ശുശ്രൂഷയിൽ സഹകരിപ്പാനും സംബന്ധിപ്പാനും എല്ലാവർക്കും വേണ്ട കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങൾ അല്പസമയം ഇവിടെ ആയിരിക്കുമ്പോൾ തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കണം പിതാവേ. ആമേൻ. ഈ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുകിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ആമേൻ. പ്രിയപ്പെട്ട ദേവദാസന്മാരെ, പ്രിയ പിതാവിൻ്റെ വേർപാടിൽ വേദനയോടെ ദുഃഖത്തോടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയമുള്ളവരെ, നാട്ടുകാരെ, മരണം ദുഃഖകരമായ ഒരു അനുഭവം തന്നെയാണ്. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നുവെന്നാണ് പറയുന്നത്. തമ്മിൽ മാറിപ്പോകുന്ന ഒരു അനുഭവമായി തോന്നും. ചെറിയൊരായുസ് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്കൊക്കെ ദൈവം അവസരം തന്നിരിക്കുന്നു. മണ്ണിൽ നിന്ന് മെനഞ്ഞ് മൂക്കിൽ കർത്താവിൻ്റെ പ്രാണന്റെ ഒരു പങ്ക് ഊതിത്തന്ന് ജീവനുള്ള ദേഹിയായി ദൈവം നമ്മളെ നടത്തുന്നു. ദൈവം തക്ക സമയത്ത് വിളിച്ച് വേർതിരിക്കുന്നു. അപ്രകാരം പ്രിയ പിതാവിനെയും ദൈവം തമ്പുരാൻ മനോഹരമായ ആയുസ് കൊടുത്ത് അണിയിച്ചൊരുക്കി ഭൂമിയിൽ ഒരു ദൗത്യമേൽപ്പിച്ചു വിട്ടു. അതെല്ലാം നന്നായി നിർവഹിക്കുവാനിടയായി. നല്ല പോർ പൊരുതു. ഓട്ടം തികച്ചപ്പോൾ ദൈവം തമ്പുരാൻ തിരിച്ചു വിളിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നിരാശപ്പെടാൻ യാതൊരു അവകാശവുമില്ല. പ്രിയപിതാവിൻ്റെ ധന്യമായ ആയുസ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനം ചെലുത്തി. ഞാനിവിടെ വന്നിട്ട് 5 വർഷമാകുന്നു. പല സമയത്ത് പ്രിയപിതാവുമായി സംസാരിക്കുവാൻ, ബന്ധപ്പെടുവാനൊക്കെ അവസരം കിട്ടി. എൻ്റെ പ്രിയപ്പെട്ടവരുടെ വീടുകളിലൊക്കെ നടത്തുന്ന കൂട്ടായ്മയിലൊക്കെ പ്രിയപിതാവ് ഈ അടുത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ വന്നു ചേരുമായിരുന്നു, നടന്നവിടെത്തുമായിരുന്നു. ആ കൂട്ടായ്മയിൽ വന്നാൽ ശ്രദ്ധയോടെ സാഗൂതം ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച് അവിടെ കാത്തിരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു താല്പര്യം, കൂട്ടായ്മയ്ക്കുള്ള ഒരു ആവേശം, ദൈവദിനം കേൾക്കുവാനുള്ള വലിയ അദമ്യമായ ആഗ്രഹം, അതൊക്കെ എന്നെ ഹഠാത് ആകർഷിച്ചു. പ്രായമേറെയായെങ്കിലും എനിക്ക് തോന്നുന്നു എന്നേക്കാൾ ഒരു വർഷമെങ്കിൽ ദൈവവചനം നന്നായി കൈകാര്യം ചെയ്യാൻ പ്രിയപിതാവിന് അറിയാമെങ്കിലും വചനം സംസാരിക്കുന്നതിനപ്പുറത്ത് വചനം പ്രാവർത്തികമാക്കുവാൻ ശ്രമിച്ചയാളെന്നുള്ള നിലയിലുമൊക്കെ എന്നേക്കാൾ
ഒത്തിരി അനുഭവങ്ങൾ നേടിയ പ്രിയ പിതാവ് എൻ്റെ വാക്കുകൾ കേൾക്കാനായിട്ട് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നിയിട്ടുണ്ട്, അഭിമാനം തോന്നിയിട്ടുണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കാനും മാനിക്കാനും അംഗീകരിക്കാനും ഉള്ള ഒരു മനോഭാവം പ്രിയ പിതാവിനുണ്ടായിരുന്നു. ഇന്നതേറെ കുറഞ്ഞു പോയിരിക്കുന്നു. വിശ്വാസികൾ തമ്മിലും മറ്റുള്ളവരെയും മാനിക്കുന്ന കാര്യത്തിൽ, അംഗീകരിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മളൊക്കെ ഒത്തിരി വീഴ്ച വരുത്തിയവരാണ്. എന്നാൽ പ്രിയ പിതാവ് അങ്ങനെ ആയിരുന്നില്ല. എല്ലാവരെയും സ്നേഹിച്ചു, എല്ലാവരെയും കരുതി, എല്ലാവരെയും മാനിച്ചു, എല്ലാവരെയും അംഗീകരിച്ചു. ഞാൻ ഈ വീട്ടിൽ വരുന്നത് പ്രിയ പിതാവിന് സന്തോഷമായിരുന്നു, എനിക്കും സന്തോഷം തന്നെയായിരുന്നു. ശാരീരികമായി ക്ഷമതയൊക്കെ നഷ്ടപ്പെട്ട് കിടക്കയിൽ ആണ്ടുപോയ അവസരം ഉണ്ടായി. എന്നാൽ പ്രിയപ്പെട്ടവർ ശുശ്രൂഷിക്കാനായി ഉണ്ടായിരുന്നു, അടുത്തൊന്നും മാറാതെ ശുശ്രൂഷിക്കാൻ പ്രിയപ്പെട്ടവർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പല മരണങ്ങൾ ഈ ദേശത്ത് നടന്ന അവസരത്തിൽ ഞങ്ങൾ പലയിടത്ത് വെച്ച് ആ മരണ വീടുകളിലൊക്കെ ഒരു ചർച്ച ചെയ്തതാണ്. പ്രിയ പിതാവ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്ഷമതയുമില്ലാതെ കിടക്കയിലാണ്ട് കഷ്ടപ്പെടുന്നതെന്ന്. എൻ്റെ മനസ്സിലൊരു ഉത്തരം വന്നത് ഞാൻ പങ്കിട്ടത്, അദ്ദേഹം കഷ്ടപ്പെടുകയാണെന്ന് പറയുന്നത് ശരിയല്ല. അദ്ദേഹം പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങുകയാണ്, സ്നേഹം ഏറ്റുവാങ്ങുകയാണ്, കരുതൽ ഏറ്റുവാങ്ങുകയാണ്. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒത്തിരി ആളുകളെ സ്നേഹിച്ചയാളാണല്ലോ. ആ സ്നേഹമൊക്കെ തിരികെ കിട്ടുന്നോ എന്നറിയാൻ ദൈവം തമ്പുരാൻ നമുക്ക് ഒരു വലിയ അനുഗ്രഹം ഇങ്ങനെ നൽകിയിരിക്കുകയായിരുന്നു. നരച്ച തലയുള്ള ദാനമാണ്. കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയും ദൈവം തന്നു, ദൈവം എടുത്തു എന്നൊക്കെ പറയും. ഈ പ്രിയ പിതാവിനെയും നമ്മുടെ കുടുംബത്തിന് ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർക്കൊക്കെ സകല ബുദ്ധിയും കവിഞ്ഞ ദിവ്യ സമാധാനത്താൽ ദൈവം നിറയ്ക്കട്ടെ. ഒരു നാൾ പ്രിയ പിതാവിനെ നമുക്ക് ചെന്ന് കാണാം. ആ ഒരു വിശ്വാസം അത് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള അവസരം കൂടിയാണല്ലോ. ഇതുകൊണ്ടെല്ലാം തീരുന്നില്ല, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. ആ ലോകത്തിന് വേണ്ടി, ആ ഒരു അനുഭവത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രിയപിതാവിൻ്റെ നല്ല മാതൃകളെ നമുക്ക് സ്വീകരിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങ് ആയുസ്സിൻ്റെ മേൽ അധികാരമുള്ളവനാ, ജീവന്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ളവൻ. ഞങ്ങളെ ഈ ഭൂമിയിൽ അയക്കുന്നവനും മടക്കി വിളിക്കുന്നവനും അങ്ങാണ്. അതുകൊണ്ട് കർത്താവെ, പ്രിയപിതാവിൻ്റെ ഭൗതിക ശരീരത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ തന്നെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ധന്യമായ ആയുസ്സിനായി ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ആയുസ്സിൻ്റെ വലിയ കൃപ ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നതാണല്ലോ. അന്ത്യം വരെ ദൈവത്തോടൊത്ത് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ പ്രിയപിതാവിന് കൊടുത്ത അവസരത്തിനായി സ്തോത്രം. ആയുസ്സിൻ്റെ എല്ലാ നന്മകൾക്കായും ഞങ്ങൾ തന്നെ വാഴ്ത്തുന്നു. അതിൻ്റെ ഈ പ്രിയപിതാവിലൂടെ ഞങ്ങൾക്കൊക്കെ ലഭിച്ച സ്നേഹത്തെ ഓർത്ത്, കരുതലിനെ ഓർത്ത് ഞങ്ങൾ തന്നെ വാഴ്ത്തുന്നു. ദൈവസ്നേഹമാണല്ലോ നിന്റെ മകനിലൂടെ ഞങ്ങളൊക്കെ അനുഭവിച്ചത്. ആ സ്നേഹത്തിനായി സ്തോത്രം. തമ്മിൽ സ്നേഹിക്കുവാൻ, ആ സ്നേഹ സാമ്രാജ്യത്തിൻ്റെ അനുഭവത്തിൽ ഞങ്ങളായിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. എൻ്റെ മോനെ ഹല്ലേലൂയ പാടിക്കൊണ്ട് യാത്ര അയക്കുവാൻ ഞങ്ങളെല്ലാവരും ഒരുക്കണം. എല്ലാവർക്കും ആവശ്യമായ സമാധാനം ഈ ഭവനത്തെ പ്രത്യേകം ദൈവകൃപയുടെ കൊടുക്കുകയിൽ ഏൽപ്പിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളാലും വഴി നടത്തണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയയോടെ കേൾക്കണമേ. സുഖമില്ലാതെ ഇവിടെ ഇരുന്ന സന്ദർഭങ്ങളിലും പ്രാർത്ഥിപ്പാൻ ദൈവം സാവകാശം നൽകിയിട്ടുണ്ട്. പ്രിയ പിതാവിൽ നിന്നും അനേക നല്ല കാര്യങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയ പിതാവിന് ഈ ലോകത്ത് ജീവിക്കുവാൻ 92 വയസ്സ് ദൈവം അനുവദിച്ചു. തന്റെ മരണ ദിവസത്തെ നന്നായി ഓർക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പിതാവായിരുന്നു. അദ്ദേഹം തന്റെ മക്കളോട് ഇപ്രകാരം പറഞ്ഞു, 16-ാം തീയതി വരെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കുകയില്ല. ആ പിതാവ് പറഞ്ഞതുപോലെ തന്നെ 16-ാം തീയതി വരെ അദ്ദേഹം പ്രാർത്ഥിച്ചു. പിന്നീട് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് ആ പിതാവ് കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്നു. പിതാവ് ദൈവവചനത്തിലും മറ്റു നല്ല നിലയിലും ദൈവമക്കളെ സ്നേഹിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു പ്രിയ പിതാവ്. അതുപോലെ തന്നെ പ്രിയ കുഞ്ഞുങ്ങളും പ്രിയ മകനും മരുമക്കളും എല്ലാം ദൈവനാമത്തിന് വേണ്ടി ചെലവിടുകയും കൊടുക്കുന്നവരൊക്കെയാണ്. ഈ പ്രിയപിതാവിന്റെ മുമ്പാകെ, പ്രിയപിതാവിന്റെ സന്നിധിയിൽ, പിതാവിന്റെ ഭവനത്തിൽ നാം നിൽക്കുമ്പോൾ ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
ദൈവത്തോടടുത്ത് ജീവിപ്പാൻ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഒരിക്കൽ ഒരു പിതാവ് മരിക്കുന്നതിന് മുമ്പ് തന്റെ മക്കളോടെല്ലാം ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു, ധനമുണ്ടാക്കി തന്നു, നല്ല വീടുകൾ പണിതു, നല്ല വിദ്യാഭ്യാസം നൽകി, വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്നു. അതെല്ലാം ശരിയാണ്. എന്നാൽ എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ മരിക്കുമ്പോൾ ഞാൻ ധരിച്ചു വന്നിരുന്ന ഷൂസ് എന്റെ ശവപ്പെട്ടിയിൽ നിങ്ങൾ വെക്കണം. വേർപാടോടൊപ്പം ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ ഇവരോടും ചേർന്ന് പ്രിയ പിതാവിന്റെ വേർപാടിനുള്ള ബന്ധത്തിൽ ദുഃഖത്തിൽ പങ്കുചേരുവാനും പ്രത്യാശയുടെ വാക്കുകൾ പറയുവാനും ദൈവം ഒരുക്കി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രിയപ്പെട്ട ഭവനവുമായുള്ള പരിചയം ഞാൻ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന കരിപ്പുഴ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ പ്രിയപ്പെട്ട ശമൽ സാറ്, പ്രിയ തങ്കച്ചായന്റെ മകൻ, പ്രിയ അപ്പച്ചന്റെ കൊച്ചുമകളെ വിവാഹം കഴിച്ചു പ്രവേശിച്ചു എന്ന കാര്യം അദ്ദേഹം അവിടുന്ന് വിളിച്ചറിയിച്ചു. എനിക്ക് അവിടെ നിന്ന് കടന്നു വരുവാനും ഈ കുടുംബത്തോട് ചേർന്ന് ദുഃഖത്തിലായിരിക്കാനും കർത്താവ് ഒരുക്കി തന്ന അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിച്ച പ്രിയപ്പെട്ട പിതാവ് ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കും എന്ന പ്രത്യാശയാണ് ജീവനോടെ ഇരിക്കുന്ന നമുക്കുള്ളത്. കർത്താവിൽ ആശ്രയിച്ച് കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട് വിശ്വസ്തയോടുകൂടെ വിശുദ്ധ ജീവിതം ചെയ്ത പ്രിയപ്പെട്ട പിതാവിനെ നിന്റെ ആത്മാവ് ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞ നിത്യതയ്ക്ക് ഓഹരിക്കാരായി തീരുവാൻ കർത്താവ് അവകാശമൊരുക്കിയല്ലോ. ദൈവത്തിന്റെ വിശ്വസ്തയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ചർച്ചക്കാരെ, പ്രിയപ്പെട്ട എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചുള്ള ഉയർത്തെഴുന്നേൽക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഈ പ്രിയ പിതാവിനെയും കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന കരിപ്പുഴ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും, പ്രത്യേകിച്ച് അമേരിക്കയിലായിരിക്കുന്ന തങ്കച്ചായന്റെ കുടുംബങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവരുടെയും പേരിലുള്ള ദുഃഖം ഈ ഭവനത്തോട് രേഖപ്പെടുത്തുന്നു. പ്രത്യാശയോടെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കരുണാസമ്പന്നനായിരിക്കും ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായിരിക്കും നല്ല പ്രഭാത വേളയ്ക്കായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അങ്ങയെ സ്നേഹിച്ച് അങ്ങയെ ആശ്രയം വെച്ച പ്രിയപ്പെട്ട അപ്പച്ചനെ അവിടുത്തെ സമയമായപ്പോൾ അങ്ങ് വിളിച്ച് അങ്ങയുടെ സന്നിധി ചേർത്തതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, എന്റെ മകൻ ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങയെ ആരാധിപ്പാനും അങ്ങയെ സ്നേഹിപ്പാനും അങ്ങയുടെ സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി ആവോളം പ്രവർത്തിപ്പാൻ തന്റെ ഭക്തനെ അവിടുന്ന് ബലപ്പെടുത്തിയ ആ കൃപകൾ നിങ്ങൾ ഓർക്കുന്നു. അത് ഞാൻ നന്ദി പറയുന്നു കർത്താവേ. എന്നാൽ ഇന്ന് പകൽക്കാലം അങ്ങ് തന്റെ ദാസനെ അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് അങ്ങയുടെ സന്നിധി ചേർത്തു. ദൈവമേ, ഇന്ന് പകൽക്കാലം തന്റെ മകന്റെ ഈ ഭൗമിക ശരീരം ദൈവമേ സംസ്കരിക്കുന്ന ഈ ശുശ്രൂഷമേൽ കർത്താവിന്റെ സാന്നിധ്യവും കർത്താവിന്റെ കൃപയും ഉണ്ടായിരിക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ദുഃഖത്തിലായിരിക്കുന്ന മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയൊക്കെയും കർത്താവ് അവിടുന്ന് ആശ്വസിപ്പിക്കുമാറാകണമേ. കർത്താവെ, ഒന്നിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നല്ല ചെയ്ത കർത്താവ് തന്റെ മക്കളെ അവിടുത്തെ വചനം കൊണ്ട് ആശ്വസിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത് സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി ആഗ്രഹിക്കുന്ന ദൈവമക്കളെ എത്രയും പെട്ടെന്ന് അവിടുന്ന് കൂട്ടുവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷയുടെ മേലും കർത്താവെ അവിടെ പരിശുദ്ധാത്മ നിയന്ത്രണവും കർത്താവെ അവിടുത്തെ എല്ലാ കരുതലും ഉണ്ടായിരിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന യാചന പിതാവിടുന്ന് കേട്ടിരിക്കുകയാ. സ്തോത്രം മാനമകത്വമിന്റെ യേശുവിന് സകലതും യേശു കൃഷ്ണനാമത്തിൽ തരണമപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ.
പാടും സംഗീതം ഖേദം നവീയല്ലോ ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ അപ്പച്ചൻ്റെ വേർപാടിനുള്ള ബന്ധത്തിൽ നാം എല്ലാവരും ഇന്നിവിടെ കൂടി വന്നിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ഭൂമിയിലുള്ള ഘട്ടത്തിൽ ഏറ്റവും അവസാനം ലഭിക്കുന്ന ഒരു ശുശ്രൂഷയാണല്ലോ ശവസംസ്കാര ശുശ്രൂഷ. പിതാവിന് ഇപ്പോൾ അത് ലഭിച്ചിരിക്കുന്നു. പിതാവ് 2.5 മാസം മുമ്പ് 2.25 മാസം മുമ്പ് എന്നെ വിളിച്ച് വ്യക്തമായി എങ്ങനെ ഈ ശുശ്രൂഷ നടത്തണം, എങ്ങനെയായിരിക്കണം ഓരോ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുന്നത് എല്ലാം എന്നോട് വ്യക്തമായി വിളിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇരുത്തിയാൽ ആരോടും സംസാരിച്ചിട്ടില്ല. അത്രമാത്രം അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, റെസ്റ്റ് ഇൻ പീസ്, സ്വസ്ഥതയിൽ പ്രവേശിക്കുക. അദ്ദേഹം സ്വസ്ഥതയിലായിരുന്നു. നമ്മുടെയൊക്കെ മുമ്പിൽ ജീവനുള്ള ദേഹിയായി അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം സ്വസ്ഥതയിലായിരുന്നു. ഞങ്ങൾക്ക് ആ 16-ാം തീയതി മുതൽ ഈ ദേശമുള്ള എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. 16-ാം തീയതി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് വരെ ഞങ്ങളെല്ലാം വിചാരിച്ചതിൽ എടുക്കാതെ ആ കാര്യങ്ങളെ ക്രമീകരിക്കണമെന്ന് ദൈവനാമത്തിൽ വിനീതമായി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല അപ്പച്ചന്റെ ഓരോ കാര്യങ്ങൾ ഇവിടുത്തെ ശുശ്രൂഷ സംബന്ധിച്ച്, ഈ ഭവനത്തിലെ അംഗങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആരെ കണ്ണ് തിരുമി അടക്കണം. ഏലിയാവ് പറഞ്ഞതുപോലെ, ഞാൻ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് എന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് ലഭിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ സാങ്കുട്ടിയങ്ങളോടും സുസ്മ ആന്റിയോടും പറഞ്ഞിരുന്നു, നിങ്ങൾ എപ്പോഴും എന്റെ അടുത്ത് ഇടത്തും വലത്തും കാണണം. ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ കണ്ണ് നിങ്ങൾ തിരുമി അടയ്ക്കണം. അങ്ങനെ എല്ലാ ഒരു കാര്യം പോലും വിട്ടുപോകാതെ ശുശ്രൂഷകൾ എങ്ങനെ നടത്തണം, ആര് നടത്തണം, ഏത് തരത്തിൽ നടത്തണം, എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ കൊയർ ഗ്രൂപ്പുകളെയോ പോസ്റ്ററുകളോ ഒന്നും കാണാതിരുന്നത്. അദ്ദേഹം പറഞ്ഞത് ശാന്തമായി ഒരു മനുഷ്യൻ ഉറങ്ങാൻ പോകുമ്പോൾ ഈ പ്രോഗ്രാമുകളുടെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഉറങ്ങുവാൻ പോവുകയാണ്. അതാണ് അപ്പച്ചന്റെ മുൻകൂട്ടി പറഞ്ഞ ഷെഡ്യൂൾ പ്രകാരമാണ് നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിൽ ആത്മാർത്ഥമായി സഹകരിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും അടുത്ത ശുശ്രൂഷകളിലേക്ക് കടക്കുകയാണ്. വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അവരുകൾക്കും ബഹുമാന്യ തരകൻ സാർ അവരുകൾക്കും സുവിശേഷ വയലിൽ അഹോരാത്രം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർക്കും ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയ ദൈവദാസനെ സംബന്ധിച്ച് വളരെ പൂർവ്വസ്മരണകൾ എൻ്റെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിലും അധ്യക്ഷൻ പറഞ്ഞതുപോലെ സമയം പരിമിതമായതുകൊണ്ട് ചുരുക്കം ചില വാക്കുകൾ പറഞ്ഞ് ഞാൻ എന്റെ കൃത്യത്തിൽ നിന്ന് വിരമിച്ചു കൊള്ളാം. മാത്രമല്ല, അതുകൊണ്ട് നല്ല ദീർഘായുസ് ദൈവം നൽകി. 92 വയസ്സ്, ഞാൻ 87-ാമത്തെ വയസ്സിൽ നിൽക്കുകയാണ്. ഈ 92 വർഷക്കാലം ദൈവം അദ്ദേഹത്തെ അത്ഭുതകരമായി നടത്തി, ശാന്തമായ അന്തരീക്ഷം നൽകി, സ്വയപരിശോധന ചെയ്ത് നിത്യഭവനത്തിലേക്ക് പോകുന്നതിനുള്ള ദിവസങ്ങൾ ദൈവം അദ്ദേഹത്തിന് പ്രദാനം ചെയ്തു. സമയമായപ്പോൾ നിത്യപ്രദേശയിലേക്ക് തന്റെ ആത്മാവിനെ സ്വീകരിച്ചു. അത് അധിവസിച്ചിരുന്ന മൺകൂടാരം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മധ്യത്തിലുള്ളത്. ക്രിസ്തീയ ധർമ്മം അനുസരിച്ച് യഥാവിധി അത് സംസ്കരിക്കത്തക്കവണ്ണം ദൈവം നല്ല കാലാവസ്ഥയിൽ തന്നു. എല്ലാം മംഗളമാക്കി തീർക്കട്ടെ. ഒരു ദിവസം കാഹളം കേൾക്കുമ്പോൾ വിശുദ്ധന്മാർ ഉയർത്തുന്ന കൂട്ടത്തിൽ തന്റെ ദാസനെയും നമുക്ക് കാണാം. ആ വലിയ പ്രത്യാശയും നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ആ പ്രത്യാശയിൽ നമുക്ക് ധൈര്യപ്പെടാം. ദൈവത്തിന് സ്തോത്രം. ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സമൃദ്ധിയായിരിക്കുന്ന ആശ്വാസം കൊണ്ട് ദൈവം നിറയ്ക്കുമാറാകട്ടെ.
കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ 1000 വിശുദ്ധന്മാർ ഉയർത്തുന്ന കൂട്ടത്തിൽ തന്റെ ദാസനും ഉയർത്തെഴുന്നേറ്റ് വരും. കർത്താവിൽ പ്രിയനായ എന്റെ വാത്സല്യ സഹോദരൻ ജോർജായ പോയിക്കൊള്ളുക. കാലാവസാനത്തിങ്കൽ എന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. അവസരം അനുവദിച്ചു തന്ന സംഘാടകരോട് ഹൃദയമായിരിക്കുന്ന നന്ദി അറിയിക്കും. ദൈവഭക്തന്മാരോട് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം എനിക്കും സംബന്ധിപ്പാൻ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന പ്രിയപിതാക്കന്മാർ എല്ലാവർക്കുമുള്ള സ്നേഹവന്ദനത്തെ സമയം അറിയിക്കുന്നു. പ്രിയപിതാവ് ലോകപരമായി നമ്മെ വിട്ട് നിത്യതയിലേക്ക് കടന്നുപോയി. വലിയ പ്രത്യാശ ഉള്ള പിതാവായിരുന്നു എന്ന് കേൾക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായി അത്ര അടുത്ത ബന്ധമില്ലെങ്കിലും ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ പ്രിയപിതാവ് നെടുത്തൂണായി നിന്ന് അനേക നാളുകൾ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവസഭയുടെ പ്രവർത്തനത്തിന് വേണ്ടി കൈത്താങ്ങൽ കൊടുക്കുന്നതിൽ വളരെ ഉത്തമമായ പങ്കുവഹിച്ചു എന്ന് കേൾക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. ഈ സമയം ലോകപരമായിട്ടുള്ള മരണം പലരിലും ദുഃഖവും വേദനയും ഉളവാക്കുമെങ്കിലും ഒരു വലിയ പ്രത്യാശയുണ്ട്. കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്ത് നാം എത്തിച്ചേരും എന്നുള്ളത്. യേശു കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഭവനമൊരുക്കുവാൻ പോകുന്നു, ഞാൻ ഭവനമൊരുക്കി ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ചേർക്കും. ആ വലിയൊരു പ്രത്യാശയാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. വിശിഷ്യ പ്രിയ കുടുംബത്തോടൊപ്പം ഈ ദുഃഖത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. പിതാവ് ഈ ലോകത്തിൽ കഴിച്ച ആയുസ്സൊക്കെയും ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാൻ, ക്രിസ്തുവിനെ സ്വത്വത്തിലും ആത്മാവിലും ആരാധിക്കാനൊക്കെ ഇടയായത് ഓർത്ത് അതൊരു വലിയ ഭാഗ്യപദവിയാണ്. അതുപോലെ തന്നെ ഇവിടെ കടന്നു വരുവാനും കോയിപ്പറ സഭയുടെ ദൈവസഭയുടെ പേരിലുള്ള നന്ദി അറിയിക്കുവാൻ ഈ സമയം കർത്താവ് ഒരുക്കിയ അവസരവും ഇവിടെ സമയം അനുവദിച്ചു വന്ന സംഘാടകരോടും ദൈവദാസന്മാരോടും നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുന്നു. ഇതിനടുത്തുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മക്കൾ, കുടുംബാംഗങ്ങൾ അവരോടും ചേർന്ന് ആ ദുഃഖത്തിൽ ഞങ്ങളും കുടുംബമായി പങ്കുചേരുന്നു. ജോർജാനെ കുറിച്ച് വളരെ കാര്യങ്ങൾ പറയുവാനുണ്ട്. ഞങ്ങൾ ഏറ്റവും അടുത്ത അയൽവാസികളായിട്ട് എൻ്റെ വല്യപ്പച്ചൻ്റെ കാലം മുതൽ നല്ല അയൽക്കാരായിരിക്കാൻ തക്കവണ്ണം ഉള്ള ആ ഭാഗ്യം നൽകി എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ദൈവഭക്തിയുള്ള ഒരു കുടുംബം, തലമുറയായി കർത്തവ്യ സങ്കേതമായിരുന്ന് നടത്തുന്ന ഒരു അനുഗ്രഹീതമായ കുടുംബം എന്ന് ജോർജാന്റെ കുടുംബത്തെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം സാധിക്കും. പ്രത്യേകിച്ച് എൻ്റെ ആത്മീയ ജീവിതത്തിൽ അദ്ദേഹം ഒരു സൺഡേ സ്കൂൾ അധ്യാപന നിലയിൽ ദൈവത്തിന്റെ വചനം എൻ്റെ ചെറുപ്രായത്തിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ കൂടെയാണ്. ഇന്ന് കർത്താവിന്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു കർത്തദാസനായി നിലനിൽക്കുമ്പോൾ അടിസ്ഥാനപരമായി എൻ്റെ ചെറിയ പ്രായത്തിൽ ദൈവത്തിന്റെ വചനം എൻ്റെ ഹൃദയങ്ങളിൽ നൽകിത്തരുവാൻ തക്കവണ്ണം അദ്ദേഹവും ഒരു നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് ഏറ്റവും സൗമ്യതയും ശാന്തതയും നല്ല അയൽക്കാരെന്ന നിലയിൽ അന്യോന്യമുള്ളതായിരിക്കുന്ന ആ കുടുംബ ബന്ധവും നിലനിർത്തുവാൻ തക്കവണ്ണം കർത്താവ് എന്നിവരെയും ഇടയാക്കിയിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഏതാണ്ട് സമപ്രായക്കാരനാണ് ജോർജായൻ. എൻ്റെ പിതാവ് ചില വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ മാറ്റപ്പെട്ടു. അതിന്റെ ശേഷം എന്നെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, കുഞ്ഞുകുഞ്ഞ് കടന്നുപോയി, നല്ലൊരു മരണം ലഭിച്ചു. അതുപോലെ കുഞ്ഞുകുഞ്ഞിന്റെ മരണം പോലെ ഒരു മരണം എനിക്ക് ലഭിക്കണമെന്ന് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ആയിരിക്കുന്ന അത്യുത്തമം എന്ന് കണ്ടുകൊണ്ട് അതിനുവേണ്ടി ആഗ്രഹിച്ച് എൻ്റെ ജീവിതത്തിന്റെ അന്ത്യനാളുകളിൽ വളരെ ഒരുക്കത്തോടും പ്രാർത്ഥനയോടെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തീരെ
അവശനായ ഒരനുഭവത്തിലാണ് എന്നറിഞ്ഞ് ഞാൻ ചില ആഴ്ചകൾക്ക് മുൻപ് കടന്നു വരുവാൻ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദിനവൃത്താന്തം 1 നമുക്കൊരുമിച്ച് കാണും എന്നുള്ളതായി വലിയ പ്രത്യാശ ആശ്വസിക്കുവാനും ആശ്വസിപ്പിക്കുവാനും ദൈവം തന്നിരിക്കുന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മക്കൾ ഓരോരുത്തരും നിങ്ങളടുത്ത ഒരുമിച്ച് ചെറുപ്രായം മുതൽ തന്നെ കളിച്ചും പഠിച്ചും ഒരുമിച്ച് ആയിരിക്കാൻ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിതാവിന്റെ വേർപാടിൽ അഗാധമായ ദുഃഖയുടെ ഹൃദയങ്ങളുണ്ട്. എന്നാൽ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ക്രിസ്തുയേശുവിന്റെ വലിയ പ്രത്യാശയാൽ നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. തുടർന്നും പിതാവിന്റെ കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിൽ ആയിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ ഏറ്റവും വർദ്ധിച്ചു വരുന്നതായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. സകല ബുദ്ധിക്ക് ദൈവ സമാധാനം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും എന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും അഗാധമായ ദുഃഖവും വേദനയും അപ്പോൾ തന്നെ ക്രിസ്തുവേശുള്ള ആ പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായി കർത്താവ് തുറന്നും അനുഗ്രഹിക്കുമാറാകട്ടെ. വാത്സല്യ പിതാവിന്റെ വേർപാട് ഈ ഫോണിൽ കടന്നു വരുവാനും വാത്സല്യ മക്കളെ ആശ്വസിപ്പാനും ദൈവം നന്നായി നല്ല സാവകാശത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ വാത്സല്യ പിതാവിന്റെ വേർപാട് ദൈവസഭയ്ക്ക് വളരെ വലിയൊരു നഷ്ടമാണെങ്കിലും ദൈവം തന്റെ ഭക്തന്റെ ആഗ്രഹത്തെ അറിഞ്ഞ് നല്ലൊരു മരണം കൊടുത്ത് തന്റെ ഭക്തനെ തന്റെ സന്നിധി ചേർത്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പായിപ്പാട് ദൈവസഭ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ പ്രിയ അപ്പച്ചന്റെ ആ മുഖമാണ്. കാരണം ദൈവമക്കളെയും ദൈവസഭയും അത്രയ്ക്ക് വളരെ ആഴമായി സ്നേഹിച്ച, സഭാ വ്യത്യാസം കൂടാതെ എല്ലാ സഭകളിലെയും ദൈവമക്കളെ അത്രയ്ക്ക് ആഴമായി സ്നേഹിച്ച ഒരു വാത്സല്യ പിതാവാണ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ ദേഹവിയോഗത്തിലായിരിക്കുന്നത്. തിരുവചനം പറയുന്ന ഒരു ഭക്തന്റെ മരണം യഹോവയ്ക്ക് പ്രസാദമേറിയതാകുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ പിതാവിന്റെ വേർപാട് കർത്താവ് പ്രസാദിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. തിരുവചനം പറയുന്നുണ്ട്, നല്ല പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഈ പിതാവിന് തന്റെ ജീവിതത്തിൽ നല്ല പൊരുതുവാനും നല്ല ഓട്ടമോടുവാനും സ്വർഗം സഹായിച്ചു. ഇനി ഒരു നിത്യ തുറമുഖത്ത് നീതിയുടെ കിരീടത്തിന് അവകാശിയായി സ്വർഗത്തിലെ പിതാവ് തന്റെ പിതാവിനെ വിളിച്ചു വർദ്ധിച്ചിരിക്കുന്നു. നമുക്ക് ഈ നിമിഷം വളരെയധികം ദുഃഖമുണ്ടെങ്കിലും സ്വർഗീയമാകുന്ന സമാധാനം അവിടുന്ന് നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ എന്ന ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിന്റെ എല്ലാ മക്കൾക്കും അതുപോലെ കൊച്ചുമക്കൾക്കും എല്ലാവർക്കും സ്വർഗീയ സമാധാനം കൊണ്ട് സ്വർഗത്തിലെ പിതാവ് അവിടുന്ന് ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന പുല്ലാട് ദൈവസഭയുടെയും എന്റെ കുടുംബത്തിന്റെയും പേരിലുള്ളതായ അനുശോചനങ്ങൾ ഈ നിമിഷം ദൈവസന്നിധി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധി താണിരിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബത്തോട് ഈ പകലക്കാലടികൾക്കുമായിരിക്കാൻ കർത്താവ് സഹായിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ദക്ഷിണേന്ത്യ ദേവസഭയുടെ പ്രസിഡന്റ്, മറ്റ് ദേവദാസന്മാർ, എല്ലാ പ്രിയപ്പെട്ട കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ പ്രിയപ്പെട്ട പിതാവിനെ വ്യക്തിപരമായി കൂടുതൽ അടുത്തറിയുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2-3 മാസം മുമ്പ് ഈ സഭയിൽ വെച്ച് നടന്ന മാസയോഗത്തിലാണ് അവസാനമായി പിതാവിനെ കാണുകയും ഞങ്ങൾക്ക് ഒരുമിച്ച് സംസാരിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നു. എന്നാൽ ലോകശൈലിയിലായിരുന്നു എന്നുള്ള വിവരം കേൾക്കുവാനും പ്രാർത്ഥിപ്പാനും ദൈവം സഹായിച്ചു. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ പ്രിയപ്പെട്ട പിതാവിനെ ദൈവത്തിന്റെ സന്നിധിയിൽ ചേർത്തു. മനുഷ്യപുത്രന്മാരെ എങ്കിലേക്ക് മടങ്ങി വരുവിൻ എന്നുള്ള ഇമ്പകരമായ ശബ്ദം പ്രിയപ്പെട്ട പിതാവ് കേട്ട് അങ്ങയുടെ അടുക്കലേക്ക് കടന്നു പോയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയയുടെ പിതാവ് ഈ സഭയുടെ ഒരു നട്ടെല്ല് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമായിരുന്നു. പ്രിയപ്പെട്ട പിതാവ് ഈ സഭയ്ക്കും ഇവിടെയുള്ള ദേശത്തിനും ഒരു മാതൃക ജീവൻ നയിച്ചു എന്നുള്ളത് ഒരു എടുത്തു പറയത്തക്കവണ്ണമുള്ള ഒരു മഹൽ കാര്യമാണ്. ഇവിടെ പിതാവിനെ ആ പിതാവ് ദിനം രേഖപ്പെടുത്തുന്നു. ദൈവം ധാരാളമായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്കിലും അതൊന്ന് ജസ്റ്റ് ആ സൈഡിൽ നിന്ന് മാറ്റി കൊടുക്കണമെന്ന് അവിടെ അറിയിച്ചിട്ടുണ്ട്.
അടുത്തത് ഇടക്കാല സഭയുടെ കർത്താവിന് സ്തോത്രം. വേദനയോടും ദുഃഖത്തോടുമായിരിക്കുന്ന ഈ പ്രിയഭവനത്തോട് ഒരുമിച്ച് അടിയനും കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം തന്ന അവസരത്തിനായി സ്തുതിക്കുന്നു. പ്രിയ ദേവദാസന്മാർ ഓർമ്മിച്ചതുപോലെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു മാസയോഗത്തിനോടുള്ള ബന്ധത്തിൽ പ്രിയ പിതാവിനോട് ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം വേദനയോടെ ആയിരിക്കുന്നു, രോഗശീലായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് സഭയായി പ്രാർത്ഥിപ്പാൻ എല്ലാം ദൈവം സഹായിച്ചു. പ്രിയ വേദനയോടെ ആയിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾക്ക് വലിയ സമാധാനവും ആശ്വാസവും വലിയവനായ കർത്താവ് നൽകട്ടെ. അപ്പോൾ തന്നെ പ്രിയ പിതാവിൻ്റെ വേർപാടിനുള്ള ബന്ധത്തിൽ വേദനയും ഭാരവും നമുക്കുണ്ടെങ്കിലും ഒരു നിത്യ പ്രത്യാശ വിജയപ്പെടുത്താറുണ്ട്. 2-3 മിനിറ്റ്. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. വാക്കുകൾ കൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊരിക്കലും ആശ്വസിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്വം അറിയിക്കേണ്ടതിനും 1000-ൽ മധ്യസ്ഥനായ ഒരു ദൂതൻ അവന് വേണ്ടി ഉണ്ടെന്ന് വരികിൽ അവങ്കൽ കൃപ വിചാരിച്ച് കുഴിയിലിറങ്ങാതെ വണ്ണം ഇവനെ രക്ഷിക്കണമേ, ഞാനൊരു മറുവില കണ്ടിരിക്കുന്നു എന്ന് പറയും. ഈ വാത്സല്യ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ പായിപ്പാടിന്റെ ദേശത്ത് നിന്ന് പെന്തക്കോസ്ത ജീവിതത്തോടുള്ള ബന്ധത്തിൽ ആരംഭകാല വിശ്വാസത്തിൽ വന്ന വാത്സല്യ പിതാവാണ്. ഈ വാത്സല്യ പിതാവ് പലപ്പോഴും സഭയിൽ പറയുന്ന ഒരു വാക്ക് വളരെ എന്നെ ചിന്തിപ്പിക്കുകയും വളരെ എനിക്ക് എൻകറേജ്മെന്റ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. തിങ്ക് പോസിറ്റീവ്ലി. വളരെ എപ്പോഴും കാണുമ്പോൾ ആ പ്രിയ അപ്പച്ചനോട് സംസാരിക്കുമ്പോഴൊക്കെ അത് അപ്പച്ചൻ പറയുന്ന ഒരു വാക്കാണ് തിങ്ക് പോസിറ്റീവ്. തീർച്ചയായിട്ടും ആ ജീവിത കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി പോസിറ്റീവായി ചിന്തിച്ച് ആ നിത്യ സ്വർഗത്തിന് അവകാശിയായി തീർന്ന ആ മാതൃക പ്രിയപ്പെട്ട മക്കളും അത് പിന്തുടരുന്ന, ഒരുപക്ഷെ അടുത്ത നിമിഷം നമ്മുടെ മരണമാകാം സംഭവിക്കുന്നത്. അടുത്ത ശവപ്പെട്ടിയിൽ ആണിയടിക്കുമ്പോൾ ആ ആണിയടിക്കുന്ന ശബ്ദം നമ്മുടെ കർണപുടങ്ങളിൽ വന്ന് പതിക്കുമ്പോൾ അടുത്തത് ആര് എന്നൊരു ചോദ്യം നമ്മുടെ മുൻപിൽ വരികയാണ്. എന്നാൽ ഈ ലോക ജീവിതത്തിൽ കർത്താവായ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആ നിത്യതയ്ക്ക് അവകാശിയായി തീരുവാൻ നമ്മളെല്ലാവരെയും സർവശക്തനായ ദൈവം ഇടയാക്കുമാറാകട്ടെ. സർവകൃപാലുവായ ദൈവം നമ്മളെല്ലാ പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും എന്റെ വ്യക്തിപരമായ പേരിലും കുടുംബത്തിന്റെ പേരിലുമുള്ള ആശ്വാസ വാക്കുകൾ അറിയിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളിലേക്കും ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഈ സ്ഥലത്തുകാരനാണ്, വേലിയിൽ വീട്ടിലേതാണ്. ഞാൻ ആ നിലയിലാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. വേർപാട് നമുക്ക് ഏവർക്കും ദുഃഖകരമായ കാര്യമാണ്. ഏത് പ്രായത്തിലായാലും ബാല്യമായാലും യൗവനമായാലും വാർദ്ധക്യമായാലും വേർപാട് ദുഃഖകരം തന്നെ. പ്രിയ അച്ചായന്റെ, ഞാൻ ജോർജ് വിളിക്കുന്നത്, ഈ പിതാവിന്റെ വേർപാടുള്ള ബന്ധത്തിൽ നമ്മളെല്ലാവരും കൂടിയിരിക്കുകയാണ്. എന്റെയും വേലിയ കുടുംബത്തിന്റെ ദുഃഖം ഞാൻ അറിയിക്കുകയാണ്. എന്റെ ബാല്യം മുതൽ തന്നെ ഈ ജോർജ് കുട്ടിയാൽ എനിക്ക് നല്ലോണം അറിയാം. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നല്ലോണം അറിയാം. ഞങ്ങൾ ഒരു സഭയിലായിരുന്നു. പുള്ളി സൺഡേ സ്കൂളിന്റെ പ്രധാന അധ്യാപകനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കയ്യായം വെച്ചവന്റെ കയ്യായം അഴിച്ചുവിടുക, അല്ലെങ്കിൽ ഇത് ഗ്രീക്കിലുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ നുകം വെച്ച 2 കാളുകളെ ആ നുകത്തിൽ നിന്ന് വേർപെടുത്തുക, ഭാരം ഇറക്കി വയ്ക്കുക, ഈ മുതലായ അർത്ഥമാണ് ഗ്രീക്കിൽ വെട്ടിവരിക എന്ന മലയാള അർത്ഥത്തിൽ ഉള്ളത്, ആ പദത്തിലുള്ളത്. ദൈവം മനുഷ്യൻ നൽകിയിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു കാര്യം തന്നെയാണ്. ആർക്കും മരിക്കാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ ജീവിതത്തെ മനുഷ്യൻ തുച്ഛീകരിച്ചു കളഞ്ഞേനെ. എന്നാൽ ഇതിന്റെ അന്തമുണ്ട്, ജീവിതത്തിന്റെ അന്തമുണ്ട്. ഈ ഭൗതിക ജീവിതത്തിന്റെ ഒരു അന്തം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതാണ് മരണം. അത് തന്നെയല്ല, ഞാൻ പള്ളിയിൽ നിന്ന് നാം അവിടേക്ക് പോകണം. നാം പാട്ടിൽ കൂടി പാർന്നു വരുന്ന നശ്വര ലോകം വിട്ടു നാം ഇവിടെ പോകുമെന്ന്, ദൈവത്തിന്റെ നേരത്ത് പോകുമെന്ന് ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. സജി പാസ്റ്റർ നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹം 2 മിനിറ്റ്. മുൻപേ പോയിടുന്നു
ഭാഗ്യമുള്ളവർ മുൻപേ മുൻപേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം ആദി ഭാഗ്യമോർക്കും തോറുമേലിക്കാശയേ പ്രകാരം ദൈവസ്ഥാനത്തിൽ ആയിത്തീരുവാൻ കർത്താവ് ദൈവനാമത്തിന് നന്ദിയുടെ സ്തോത്രം. പ്രിയ പിതാവിൻ്റെ വേർപാടിനുള്ള ബന്ധത്തിൽ പ്രിയ ദൈവമക്കളെ ചിന്തിക്കുമ്പോൾ അത് അതിശ്രേഷ്ഠമാണ് സ്തോത്രം. 1970 2 ദിവസത്തെ പ്രസ്താവിച്ചു. അന്ന് അടുത്ത ദിവസം തന്നെ വന്ന് കണ്ട ആശ്വാസവാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചു കടന്നു വരുന്നതിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുമ്പോൾ ദൈവവചനം ഇങ്ങനെ ഭാഗ്യമായ ഒരവസ്ഥയെ സംബന്ധിച്ച് വചനം പറയുന്നത് യഹോവയെ ഭയപ്പെട്ട് അവൻ വഴികളിൽ നടക്കുന്ന ഏവന് ഭാഗ്യവും സ്തോത്രം. അങ്ങനെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യനായി യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യനായി ഈ ദേശത്ത് ദൈവവചന പ്രകാരം ദേശത്ത് പാർത്തി വിശ്വസ്തയെ ആചരിച്ചും നന്മ ചെയ്ത് കൂട്ടേമ ആചരിച്ചും ദൈവത്തിന്റെ വേലയ്ക്കും അനുഗ്രഹമായി ചുമല കൊടുത്ത ഒരു വ്യക്തി ജീവിതമായി അനുശ്വാസനം മാത്രമല്ല ചർച്ച ബോർഡിന്റെ സൗത്തിന്റെ മിഷണറി ബോർഡിന്റെ പേരുള്ളതായ ഞങ്ങളുടെ എല്ലാ പ്രിയ വ്യക്തികളോട് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ തക്കാൻ വിരമിക്കും. എന്നാൽ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ഒരു പിതാവാണ് വിട്ടുപോയത്. പ്രായത്തിലായിരുന്നുവെങ്കിലും മക്കളെക്കാളും ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തു. എന്നെ ഇവിടെ ഉള്ളവർക്ക് അറിയാമായിരിക്കും. ഞാൻ കോട്ടപ്പുറത്ത് മത്തായി സാറിൻ്റെയും മറിയ ടീച്ചറിൻ്റെയും രണ്ടാമത്തെ മകളാണ്. എൻ്റെ ഇളയ സഹോദരിയും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. കാലങ്ങളെ എല്ലാം ഞങ്ങളിപ്പോൾ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ഓരോന്നും ഓർത്ത് ദൈവത്തെ ഈ ദിവസങ്ങളിലെല്ലാം ചൈകിടപ്പായപ്പോൾ മുതൽ ഓരോന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. എൻ്റെ നല്ല പാത എനിക്കും കുറച്ച് അനുകരിപ്പാൻ തക്കവണ്ണം എൻ്റെ ബാല്യകാലത്തില് എനിക്ക് ദൈവം ഇടയാക്കി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛൻ എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അച്ഛൻ്റെ കൂടെ സൺഡേ സ്കൂൾ അധ്യാപികയായിട്ട് അച്ഛൻ ഹെഡ് മാസ്റ്ററായിട്ടും അനേക ഇവിടെ ഉണ്ടായിരുന്ന നാളുകൾ മുഴുവനും അങ്ങനെയും പഠിപ്പിച്ചിട്ടും അങ്ങനെ വളരെ മാതൃക എനിക്ക് കാണിച്ചു തന്ന ഉപദേശങ്ങൾ തന്ന് എൻ്റെ യൗവന കാലത്ത് അച്ഛൻ എന്നെ ഒരുപാട് നല്ല ഗുണങ്ങളിലേക്ക് നയിപ്പാൻ ഈ മാതൃകയാണ് ഇപ്പോഴും ഞങ്ങളെ ഈ നല്ല വിധത്തിൽ ഈ പായിപ്പാട് ദൈവസഭയുടെ അപ്പച്ചനും കുട്ടിച്ചായനും ജോർജ് കുട്ടിച്ചായനും ഒക്കെ ഞങ്ങളെ വളർത്തിയെടുത്ത ആ വിധങ്ങളാണ് ഞങ്ങളെ ഇപ്പോഴും ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവകൃപയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അച്ഛൻ 80 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ എപ്പോഴും എന്നെ കാണുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്, മോളെ എനിക്ക് കർത്താവ് ഇനിയും തരുന്ന ദിവസങ്ങളൊക്കെ ബോണസ് ആയിട്ടുള്ളതാണ്. എനിക്ക് എക്സ്റ്റൻഷൻ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ള കാലങ്ങൾ ഇനിയും കർത്താവ് തരുന്നതൊക്കെയും എത്രയും വേഗം കർത്താവിന്റെ വേല തീർക്കണം. എല്ലാം എനിക്ക് ദൈവം എക്സ്റ്റൻഷനായിട്ട് തന്നിട്ടുള്ളതാണ്. ഞാനത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോഴും ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ദൈവസഭയുടെ ആദ്യത്തെ ബെഞ്ചില് ആദ്യം ഒന്നാമതായി ഇരുന്ന് ആ ആരാധനയ്ക്കായിട്ട് മുന്നമേ കടന്നു വന്ന് അവിടെ ഇരുന്ന് ആരാധിക്കുന്ന ഓർമ്മകളാണ് എനിക്കുള്ളത്.
അന്ന് എപ്പോഴും പാടാറുള്ളൊരു പാട്ടുണ്ട്. അത് പാടിക്കൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്ന ഇരങ്ങൾ ആകയാല് ഞാൻ. ആ പാട്ട് പാടിക്കൊണ്ടാണ് അച്ഛൻ മിക്കവാറും ആഴ്ചകളിലെ സാക്ഷ്യത്തെ പറയാറുള്ളത്. ഇതെല്ലാം ഓർത്ത് കാണിച്ചു തന്ന ആ നല്ല മാതൃകകളെ, പഠിപ്പിച്ച ആ നല്ല മാതൃകകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാണുമ്പോൾ പിന്നെ എപ്പോഴും പറയും, ദൈവസഭയിൽ ആദ്യമുണ്ടായിരുന്ന നമ്മളെ ഓൾറെഡി ഇപ്പം ബാക്കി എല്ലാവരും വിട്ടേച്ചു പോയി. ഇപ്പോൾ ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനി ആ നമ്മളെന്ന് പറയുവാൻ ഇനി പ്രിയ സാൻകുട്ടിയും സുസമയും ദൈവം തന്നതോർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ കുഞ്ഞുങ്ങളാണ് ഈ അച്ഛൻ ഇത്രയും ആയുസ് വരെ ജീവിപ്പാനുള്ള കൃപ കൊടുത്തത്. ഞാൻ അതിനെ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയ അച്ഛനുമായിട്ട് ഈ കുടുംബത്തിൽ ബന്ധപ്പെട്ട നാൾ മുതൽ ഒരു പിതാവിനെ പോലെ എന്നെ സ്നേഹിക്കുകയും ഈ കുടുംബത്തിന്റെ ഏത് ആവശ്യത്തിനും അച്ഛൻ ഓർഡർ ചെയ്യുകയാണ്, കമാൻഡ് ചെയ്യും, വന്നേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും അത് മാറ്റിവെക്കാറില്ല. എത്ര ബിസി ആയിരുന്നാലും കഴിഞ്ഞ കാലങ്ങളൊക്കെയും അതുപോലെ കഴിഞ്ഞ ചില മാസം മുൻപ് ഞങ്ങൾ അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഇവിടെ കടന്നു വന്നു. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞാണ് ഞങ്ങളെ വിട്ടത്. എന്നാൽ ഞങ്ങൾ മടങ്ങി വന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോൾ അച്ഛനുമായി സംസാരിക്കാൻ പറ്റിയില്ല. ആ ദുഃഖമുണ്ട്. പ്രിയ കോട്ടപ്പുറത്തെ അമ്മച്ചി പറഞ്ഞതുപോലെ പലപ്പോഴും പോസിറ്റീവായിട്ട് എത്ര പ്രതികൂലങ്ങൾ ഇരുന്നാലും പ്രതിസന്ധികളിൽ പ്രത്യാശയോടെ നിൽക്കുന്ന ഒരു മനുഷ്യനെ കഴിഞ്ഞ എൻ്റെ 85 വർഷത്തെ പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ദുഃഖമായിരുന്നാലും പ്രശ്നമായിരുന്നാലും ഏത് പ്രതിസന്ധിയിലും രണ്ട് പെങ്ങന്മാരാണുള്ളത്. അവരെ അടുത്തേക്ക് ഏത് സമയത്ത് ഓടി വന്ന് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് അച്ചായന്റെ ശബ്ദം കേൾക്കുമ്പോൾ പെങ്ങന്മാർക്ക് ഇത്രമാത്രം സന്തോഷം. അതുപോലെ അച്ചായൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സ്വന്തം ആങ്ങള മക്കളെക്കാൾ കൂടുതലായി അന്യോന്യം സ്നേഹിച്ച് നടത്തിയ അമ്മയുടെ വേർപാടില് അന്ന് അച്ചായൻ നല്ല ആരോഗ്യത്തിലാണ് ഇരുന്നത്. ആ വേർപാട് ഞങ്ങൾ ദുഃഖമാണെങ്കിലും ഞങ്ങൾക്കൊരു കാര്യമുണ്ട്, ദൈവമക്കൾ പ്രത്യാശയുള്ളവരാണ്. ആ പ്രത്യാശ നാടിലാക്കാക്കി ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാമേ വരും. എന്നാൽ ലോകം വെറുത്തവർ എഴുന്നേറ്റ് വരും. അതുകൊണ്ട് ഈ ലോകത്തെ വെറുത്തുകൊണ്ട് പ്രത്യാശയോടെ ദൈവത്തിന് വേണ്ടി ശക്തിയുമായി നിൽക്കുവാൻ എന്നെ കേൾക്കുന്ന പ്രിയ അച്ചായനെ കേൾക്കുന്ന അച്ചായനെ ചെന്ന് സ്വർഗത്തെ ഒരുമിച്ച് കാണുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിനെ രക്ഷിതായി അംഗീകരിച്ചുകൊണ്ട് കർത്താവിനെ നിൽക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. ദൈവസഭ പായ്പാട് പിന്നെയും അഭിവൃദ്ധി പ്രാപിച്ച് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുക. ഒരു ലീഡർഷിപ്പ് നഷ്ടപ്പെട്ടുവെങ്കിലും ദൈവപ്രദേശത്ത് വീണ്ടും ശക്തനായ ഒരു ലീഡറെ ദൈവം നൽകി തരുവാൻ ഈ കുടുംബങ്ങൾ ദൈവം ഒരുക്കട്ടെ. ദൈവം പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളുടെ പെങ്ങന്മാരുടെ കുടുംബത്തെ പ്രതികരിച്ചുകൊണ്ട് എല്ലാ മക്കളെയും മരുമക്കളെയും പ്രിയപ്പെട്ടവരെയും പ്രതിനിധിച്ചുകൊണ്ട് ഞങ്ങളുടെ ആശ്വാസ വാക്കുകൾ പ്രിയ അച്ചായന്റെ പ്രിയ മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും ഞങ്ങൾ അറിയിപ്പിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ആശ്വാസത്താൽ നിറക്കട്ടെ. പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ദൈവസഭയുടെ പാസ്റ്റർക്കും പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞ വാക്കുകൾ വെച്ചിരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ അസുഖത്തോളം നമ്മളെല്ലാവരെയും കാത്തൊരുപാടിച്ചു. പിതാവിന്റെ ഒരുപാട് നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ടെന്നുണ്ടെങ്കിലും പിതാവ് ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളുടെ സഭ അനുഗ്രഹമാക്കി മുമ്പോട്ട് പോകാൻ പിതാവിത്വത്തോളം ഞങ്ങൾക്ക് തന്നെ ഗൃഹക്കാലം ഞങ്ങൾ തുടിക്കുന്നു. അവിടുത്തെ നാട്ടിലല്ലാതെ ഒന്നും ഈ ലോകത്തിലെന്ന് പിതാവ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദൈവസഭയുടെ ആദ്യം മുതൽ അന്ത്യം വരെ പിതാവിത്വത്തോളം കാത്തിൽ പാലിച്ചു. ഞങ്ങളെ ഓരോരുത്തരെയും അത് സാധിച്ചു. അനേകം ദൈവദാസന്മാരെയും ഈ ദേശത്തും ദൈവസഭയിൽ ഉണ്ടെന്ന് വരികയും എന്റെ പിതാവ് അനുഗ്രഹമായ പിതാവ് തത്തോളം ഇവിടെ ഞങ്ങൾക്ക് ഈ ദൈവസഭയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാനും അതുപോലെ കൃപ അവിടുന്ന് കൊടുത്തു. പിതാവ് മൂന്നാഴ്ച മാത്രമേ ഉള്ളൂ ഈ നമ്മുടെ ആലയത്തിൽ ആരാധനയ്ക്ക് വരാൻ സാധിക്കാതിരുന്നത്. അവസാന കാലത്ത് വീണ്ടും വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വന്യനാമത്തിൽ ഏവർക്കും എന്റെ സ്നേഹവന്ദനം. ഡൽഹിയിൽ എബനേസർ ബ്രദർ അസംബ്ലിയോടുള്ള ബന്ധത്തിൽ കഴിയുന്ന സഹോദരൻ സണ്ണിയോടും ബാബുവിനോടും കുടുംബങ്ങളോടും കഴിഞ്ഞ കാലങ്ങൾ അടുത്ത ബന്ധത്തിൽ കഴിയുവാൻ ആവശ്യമായ ദൈവകൃപ നൽകി.
എനിക്ക് അനേക സന്ദർഭങ്ങളിൽ ഡൽഹിയിൽ കഴിഞ്ഞ നാളുകൾ പോകുവാനും ഈ വാത്സല്യമുള്ള കുടുംബങ്ങളിൽ പാർക്കുവാനും അവരോടൊത്ത് ഡൽഹിയിൽ കർത്താവിനെ ആരാധിക്കുവാനുള്ള അവസരം ലഭിച്ചു. ആ നിലയിലാണ് ഈ രാവിലെ സമയം ഇവിടെ ആയിരിക്കുവാൻ കർത്താവെ അനുവദിച്ചത്. ഒരു പ്രാവശ്യം ഈ സ്ഥലത്ത് കടന്നു വന്ന് അപ്പച്ചനെ സൗഖ്യമുണ്ടായിരുന്ന സമയത്ത് ചില നാളുകൾക്ക് മുമ്പ് കാണുവാൻ കർത്താവ് സാവകാശം നൽകി തന്നു. ദൈവകൃപ വളരെ അനുഭവിക്കുന്ന ഒരു അപ്പച്ചനായി പ്രിയ പിതാവിനെ കാണുവാൻ എനിക്ക് സാവകാശം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ദൈവവചനത്തിലേക്ക് നോക്കുന്ന ഉടനെ ഒരു ദൈവപൈതലിന്റെ മഹത്വ പ്രവേശനത്തെ കുറിച്ച് അനേക നല്ല ആലോചനകൾ നാം കാണാറുണ്ട്. ഒരു ദൈവപൈതലിന്റെ മഹത്വ പ്രവേശനം ഒരു നിദ്രയാണ്. പകലത്തെ ജോലികളെല്ലാം ചെയ്ത് ശരീരം ക്ഷീണിച്ചു കഴിയുമ്പോൾ ഒരുവൻ നിദ്രയിലേക്ക് പ്രവേശിക്കും. നിദ്രയിൽ പ്രവേശിച്ച് നിദ്രയിൽ പൂർണ്ണമായി ആയി കഴിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഉണരുവാനിടയായിത്തീരും. പ്രഭാതത്തിൽ ഉണരുമ്പോൾ എല്ലാ ഉന്മേഷത്തോടും കൂടെ ഉണരുവാൻ ആവശ്യമായ ദൈവകൃപ ഒരുവൻ ലഭിക്കുന്നത് പോലെ പ്രിയാപ്പച്ചൻ കഴിഞ്ഞ 93 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു, അധ്വാനിച്ചു, ഒരു നിദ്രയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനി ഒരു പൊൻപുലരിയിൽ ഉണരുമെന്നുള്ള ഏറിയ പ്രത്യാശ നൽകിയിരിക്കുന്ന ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ അപ്പച്ചൻ പിതൃദേശത്തേക്കുള്ള ലക്ഷ്യത്തിൽ യാത്രയായി അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി വന്നു. ഇനി നമ്മുടെ ശരീരത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വരുവാൻ പോകുന്നു, രക്ഷിതാവായി വരുവാൻ പോകുന്നു. ആ വിലയേറിയ പ്രത്യാശയിൽ ഈ പ്രിയാപ്പച്ചന്റെ ഭൗതിക ശരീരത്തോക്ക് നമുക്ക് വിട പറയാം. ഈ നിലയിൽ കടന്നു വന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ജീവിതകാലത്ത് യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ പകൽക്കാലം ഈ വചനം ശ്രമിക്കുന്നുവെങ്കിൽ അവർ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്വർഗത്തിന്റെ അവകാശികളായി മാറുവാൻ ഒരവസരമായി ഈ അവസരം മാറട്ടെ എന്നുള്ള ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടെ എന്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകി തന്നതിൽ ഞാൻ സംഘാടകരോട് നന്ദി അറിയിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 മാവിമാരായിരുന്നു. ഒന്ന് പപ്പൻ വിവാഹം ചെയ്ത ഇളയ മാവിയും, മൂത്തത് പെരുമ്പാവൂരായിരുന്നു. ലോനപ്പുരേശിയുടെ മകൻ വിവാഹം ചെയ്തിരുന്നു. ഈ മാവന്മാരെ ഞങ്ങൾ ഇവരെ മാവന്മാരെന്ന് വിളിക്കാറില്ല. ഞങ്ങൾ വിളിക്കുന്നത് പെരുമ്പാവൂരെ ഉപ്പാപ്പനെ, വായ്പാട്ടെ ഉപ്പാപ്പനെ. കാരണം ഒരു അപ്പനെ പോലെ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത 2 വ്യക്തികളായിരുന്നു വായ്പാട്ടെ ഉപ്പാപ്പനും പെരുമ്പാവൂരെ ഉപ്പാപ്പനും. ഈ ഉപ്പാപ്പൻ എന്നെ അധികമായി സ്നേഹിക്കുന്നു. തന്നെ ആയിക്കുള്ളിൽ നിന്നാണ് വിവാഹം ചെയ്തത്. ആയിക്കുള്ളിൽ കീവർച്ചൻ ഉപദേശി എന്ന് പറയുന്ന ഉപദേശിക്ക് 5 മക്കളായിരുന്നു. 3 ആൺമക്കളും 2 പെൺമക്കളും. ആ 2 പെൺമക്കളിലെ ഇളയ മകളെയാണ് ഉപ്പാപ്പൻ വിവാഹം ചെയ്തിരുന്നത്. അങ്ങനെ 5 ആയിക്കുള്ളിൽ കീവർച്ചൻ ഉപദേശിയുടെ 5 മക്കളും 5 മരുമക്കളും. ഇതിലേറ്റവും ആദ്യം ഇളയ മകളെ ദൈവസന്നിധിയിലേക്ക് ദൈവം വിളിച്ചു ചേർത്തു. കഴിഞ്ഞ 37 വർഷമായിട്ട് ഉപ്പാപ്പൻ തനിയെ വിഭാഗത്തിലായിരുന്നു. തൻ്റെ ഒരു സഹോദരി കൂട്ടിനുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരുന്ന സമയമാണെങ്കിലും അവരെയൊക്കെയും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിനും നല്ല ജോലി ലഭിക്കുന്നതിനും ഒക്കെയും ദൈവം അവർക്ക് കൃപ ചെയ്തു. അതിലൊക്കെയും അപ്പുറമായിട്ട് ദൈവ മക്കളായിട്ട് വളർത്തുവാൻ തക്കണം കുഞ്ഞുങ്ങളെ ഉപ്പാപ്പൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഓരോ ദിവസവും ഉപ്പാപ്പൻ അവരെ കുറിച്ച് കരുതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. പ്രിയ ഉപ്പാപ്പൻ എന്നെ അധികം കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം താൻ അസുഖമായിട്ട് കിടന്ന് 2ാമത്തെ ദിവസം സാങ്കുട്ടി വിളിച്ച് പറഞ്ഞു, അയച്ച അച്ഛന് വയ്യ, കണ്ണു തുറക്കുകയില്ല, വളരെ കിടപ്പാണെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠനമ്മാനും കൂടെ ഇവിടെ വന്നു. ആയിക്കുള്ളിൽ നാള് വന്നു, 2 ആയിരമൊക്കെ വന്നു എന്ന് പറഞ്ഞപ്പോൾ കണ്ണു തുറന്നു നോക്കി. അത്രമാത്രം ആയിക്കുള്ളിൽ കുടുംബത്തെ തൻ്റെ ഭാര്യ വീട്ടുകാരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഉപ്പാപ്പൻ. ഉപ്പാപ്പൻ അങ്ങനെ ഞങ്ങളെ
ഇവിടെ മക്കളൊക്കെ അവധിക്ക് നാട്ടിൽ വന്നാൽ, ഇവിടെ വീട്ടിൽ വന്നാൽ ഞങ്ങൾ പണനാട്ടിലോട്ട് പോകാന്ന് പറയും. ഞാനും വരുന്നു, എനിക്ക് എത്ര വയ്യായെങ്കിലും ഞാനും വരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ കയറി ഓട്ടോയിലോ കാറിലോ എങ്ങനെയാണെങ്കിലും അവരുടെ കൂടെ അവിടെ വന്നിരിക്കും. വന്നു കഴിഞ്ഞ് അല്പസമയം അവിടെ ഇരിക്കും. 5 മിനിറ്റോ 10 മിനിറ്റോ ഇരുന്നു പ്രാർത്ഥിച്ചിട്ട് അപ്പോഴേ കടന്നു പോരുകയും ചെയ്യും. എങ്ങനെയാണെങ്കിലും അവരുടെ കൂടെ വീട്ടിലേക്ക് പണനാട്ടിലേക്ക് വരിക എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷമായിരുന്നു. അപ്പച്ചൻ ഇളയ മകളെയായിരുന്നു പാപ്പൻ വിവാഹം ചെയ്തിരുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ചെറിയ സാർ ഇങ്ങനെ ഒരു പാട്ടിൽ എഴുതിയിട്ടുണ്ട്. ഏറെയാണോ നാളിനിയും യേശുവെ കാണുവാൻ, പിരിഞ്ഞു പോയ പ്രിയരെ കണ്ട് നാം സന്തോഷിക്കുന്ന വലിയ ദിനം. ഇന്ന് പാപ്പൻ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു. നമുക്കിവിടെ പാപ്പൻ പോയല്ലോ എന്ന് നമുക്കുണ്ടെങ്കിലും സ്വർഗത്തിൽ വലിയൊരു സന്തോഷം, ഇനി വന്നു ചേർന്നല്ലോ എന്നുള്ള വലിയ സന്തോഷമാണ് സ്വർഗത്തിൽ നടക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് തുടർന്നും ഈ പ്രിയ കുഞ്ഞുങ്ങളെയൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കാം. അവര് ആ ഉപ്പാപ്പന്റെ മാതൃകയെ അനുകരിച്ച് നമുക്ക് ജീവിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആയിക്കൊള്ളി കുടുംബത്തിന്റെയും പാണനാട് പ്രധാന സഭയുടെയും ദുഃഖം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. അങ്ങേക്ക് നന്ദി ചെയ്യുവാനുള്ള അവസരമായിരുന്നു. എന്നെ കാണുന്നവർക്കൊക്കെയും തന്നിൽ നിന്ന് വളരെ സന്തോഷം അനുഭവിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഭവനത്തിൽ വരുമ്പോഴൊക്കെയും ഞങ്ങളോടുള്ള പ്രത്യേകമായ സന്തോഷവും വാത്സല്യവും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉളവാക്കിയിട്ടുണ്ട്. അപ്പച്ചൻ ഞങ്ങൾക്ക് നല്ലൊരു മാതൃക വെച്ചിട്ടുണ്ട്. ഈ അപ്പച്ചൻ ഈ കുടുംബത്തിന് വലിയ അനുഗ്രഹമായി. ഈ അപ്പച്ചന് ദൈവം കുഞ്ഞുങ്ങളെ ദാനം ചെയ്തു. അവരെ ദൈവത്തിൽ വളർത്തുവാൻ കർത്താവ് സഹായിച്ചു. ആ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ കുഞ്ഞുങ്ങളെ സത്യത്തിൽ നടക്കും, അവർ ആത്മീയരായിരിക്കണം. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനമന്ത്രി സത്യത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ കഴിയും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ പിന്നെ ജീവനോട് ശേഷിക്കും. അവരോട് മിശ്ര കർത്താവിനെ ഏൽപ്പാൻ മേഖലകൾ എടുക്കപ്പെട്ടു. കർത്താവ് എന്റെ സന്നിധി കർത്താവ് വരുമ്പോൾ നമുക്ക് കാണാം. ആ പ്രത്യാശ നമുക്കുണ്ട്. ആ പ്രത്യാശയോടുകൂടി അപ്പച്ചനും തിരിച്ചു താൻ ശ്രമിക്കുകയാണ്. ആ വലിയ ഭാഗ്യവതിയിലേക്ക് കർത്താവ് തന്നെ ചേർത്തിരിക്കുകയാണ്. ഇന്നെങ്കിലും മരണം ഒരു വേർപാട് ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശ്വസിപ്പിക്കും. ആ ദീർഘമായ സമാധാനം കർത്താവ് നൽകട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നതാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വം എടുക്കട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാപ്പന്റെ ശരീരത്തിന്റെ അടുക്കലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇരുന്നപ്പോൾ എന്റെ ചിന്ത ഇങ്ങനെ പുറകോട്ട് പോവുകയായിരുന്നു. എന്റെ ഗ്രാൻഡ് ഫാദറും മദറും എന്റെ പിതാവും എന്റെ മാതാവും ഒക്കെ വിട പറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് ഉപ്പാപ്പൻ ഈ കിടക്കയിലായിരിക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ചിന്തിച്ചു, തലമുറകളായി ദൈവത്തെ സേവിപ്പാന്, ദൈവത്തെ മാനിപ്പാനായിട്ട് ഇറങ്ങി തിരിച്ച ഒരു തലമുറയിലെ ഒരു കണ്ണിയാണ് ഇന്ന് ഞങ്ങളെ വേർപെട്ട് കടന്നുപോയിരിക്കുന്നത്. എന്നാൽ ഉപ്പാപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ദുഃഖിക്കാനായിട്ടില്ല. ദൈവം തന്നെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടുകൂടെ ഇന്ന് പലരിൽ നിന്നും കേട്ടതാണ്. ഞാനതൊന്നും റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വിശ്വസ്തയോടുകൂടെ ദൈവത്തെ സേവിച്ചു. എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിച്ചു, തന്റെ കുടുംബത്തെ സ്നേഹിച്ചു, താൻ നിന്ന സഭയെയും ദൈവജനങ്ങളെയും സേവിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കത്തക്കവണ്ണം തന്റെ ദാസനെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ അടുത്ത തലമുറയിലെ ഏറ്റവും മൂത്ത ആളായിട്ടാണ്. ഈ മക്കളില് ഒക്കെ ഏറ്റവും മൂത്ത ആളായിട്ട് നിൽക്കുകയാണ്. ആ നല്ല മാതൃകയെ ഓർത്ത് ഞാൻ ദൈവത്തെ അധികമായിട്ട് സ്തുതിക്കുന്നു. എപ്പം ഇവിടെ കടന്നു വന്നാലും എന്റെ പ്രിയ മാതാവും പിതാവും ഒക്കെ മാറ്റപ്പെട്ടതിന് ശേഷമാണെങ്കിലും ഒരു ഭവനം പോലെ ഞങ്ങൾക്ക് ഏതവസരത്തിലും കടന്നു വരുമ്പോഴൊക്കെ എന്തോ ഒരു സ്നേഹവും എന്തൊരു സന്തോഷവുമാണ്. ചിലപ്പോൾ ഉപ്പാപ്പന്റെ തമാശ വാക്കുകളാണ് ഞാൻ ഇവിടെ ഇരുന്ന് ഇപ്പോഴും ഓർക്കുന്നത്. ഇടി നിങ്ങളൊക്കെ കടന്നു വരുന്നത് എനിക്കൊരു ടോണിക്ക് പോലെയാണ്. എന്റെ ആരോഗ്യം അങ്ങ് ഇംപ്രൂവ് ചെയ്യും നിങ്ങൾ വന്നു കഴിയുമ്പോൾ. അത്രമാത്രം സ്നേഹമായിരുന്നു. അതുപോലെ എപ്പം ചോദിച്ചാലും നിരാശയുടെ ഒരു വാക്ക് തന്റെ വായിൽ നിന്ന് കേട്ടിട്ടില്ല. പാസ് മാർക്ക് ഉണ്ട് ഇപ്പോഴും.
അതേ എനിക്ക് പറയാനുള്ളൂ എന്നാ പറയുന്നത്. ഞാൻ പറയും പാപ്പ ഞങ്ങളൊക്കെ പാസ് മാർക്കിന്റെ താഴോട്ട് പോവുക, ഉപ്പാപ്പൻ ഇപ്പോഴും ദൈവം പാസ് മാർക്ക് തന്ന് നടത്തുന്നല്ലോ എന്ന് അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ എന്നോട് പറഞ്ഞത്. അത്രമാത്രം ഒരു കസിൻ ആയിരുന്നെങ്കിലും ഒരു സ്വന്തം സഹോദരൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അന്യോന്യം കരുതുവാനും അന്യോന്യം ജീവിപ്പാനും ദൈവം ഭാഗ്യം തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുകയാണ്. തനിക്ക് ദൈവം കൊടുത്ത വലിയ ജോലി, പ്രത്യേകിച്ച് കൊച്ചമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും കൊടുത്ത 6 മക്കളെയും ദൈവകൃപയിൽ അഭ്യസിപ്പിക്കുവാന് അവരെ സ്നേഹത്തില് ഐക്യത്തില്, അതാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. അവരുടെ ഇടയിലുള്ള ആ സ്നേഹവും ഐക്യവും കാണുമ്പോൾ ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഒരമ്മ ഇല്ലെങ്കിലും എത്രമാത്രം അവരെ ആ സ്നേഹത്തിന്റെ ആത്മാവിലെ വളർത്തിക്കൊണ്ടുവരുവാന് എൻ്റെ ദാസന് സാധിച്ചു. അത് വലിയ പിന്നെ ഇവിടെയുള്ള സഭയ്ക്ക് ഒരു സാക്ഷ്യമാണ്. നമ്മൾ സഭയിലുള്ളവർക്ക് മാത്രമല്ലല്ലോ ചെയ്യേണ്ടത്, നമ്മുടെ ചുറ്റുപാടും ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരെ എത്രമാത്രം കരുതുന്ന ഒരു ജീവിതശൈലി തന്നെ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് താൻ മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇനിയും ഈ കണ്ണിയില് ഒരാൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതായത് എന്റെ അന്വേഷണം അറിയിക്കണം, ഞങ്ങളുടെ അനുശോചനവും പറയണം. അവരും ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം അവരെയും സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിയായി എന്റെ മക്കള് സത്യത്തിൽ നടക്കുന്നു എന്നുള്ളത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഭാഗ്യം തന്റെ ദാസന് തലമുറയും എല്ലാവരും ഈ ദൈവത്തെ തന്നെ സേവിച്ച് മാനിച്ച് മുൻപോട്ട് പോകാൻ ഇടയാ. സത്സന്ധതയോടും വിശ്വസ്തയോടും കൂടി കർത്താവിനെ സേവിച്ച് പ്രത്യാശയോടെ നിത്യത്തിലേക്ക് കയറിയ പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ അനുഗ്രഹപ്രഭ ക്രിസ്തീയ ജീവിതത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 35 വർഷക്കാലമായി പ്രിയ അപ്പച്ചനുമായി എനിക്ക് അടുത്ത ബന്ധവും പരിചയമുണ്ട്. തൻ്റെ പുത്രൻ സാൻകുട്ടി വിവാഹിച്ചിരിക്കുന്ന പ്രിയ സൂസമ്മ ഞങ്ങളുടെ സഹോദരിയാണ്. നിത്യത്തിലായിരിക്കുന്ന എൻ്റെ പ്രിയ പിതാവിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ വ്യക്തിയായിരുന്നു പായിപ്പാട്ട് പ്രിയ അപ്പച്ചൻ. അതുപോലെ തന്നെ ഞങ്ങളുടെ സഹോദരിയ സൂസമ്മയെ ഈ അനുഗ്രഹ ഭവനത്തിലേക്ക് അയക്കുവാൻ സാധിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഇവിടെ എല്ലാവരും പ്രസ്താവിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കാണുമ്പോഴൊക്കെ എന്താണ്, ഞാനിപ്പോൾ ഗ്രേസ് പീരീഡിലാണ്. എൻ്റെ പേപ്പേഴ്സെല്ലാം റെഡിയായിരിക്കുകയാണ്. എനിക്കിനി അവസാനത്തെ ക്ലിയറൻസോട് മാത്രമേ കിട്ടേണ്ടതുള്ളൂ എന്ന് വളരെ സന്തോഷത്തോടെ പറയുന്ന കാര്യം ഓർക്കുമ്പോൾ താൻ എത്രമാത്രം പ്രത്യാശയോടെയാണ് ജീവിച്ചിരുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്നുള്ള വലിയ പരമാർത്ഥം ശരിയാവണ്ണം മനസ്സിലാക്കിയ അനുഗ്രഹപ്പെട്ട ക്രിസ്ത്യൻ നയിച്ച് ദേശത്തിലവർക്ക് മാതൃകയുള്ളവരായി ജീവിച്ച പ്രിയപ്പെട്ട അപ്പച്ചനൊക്കെ ഞാൻ വീണ്ടും കർത്താവിനെ സ്തുതിക്കുകയാണ്. തൻ്റെ മക്കളെല്ലാവരെയും യോഹന്നാൻ പറയുന്ന പോലെ എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല എന്നുള്ള അനുഗ്രഹപ്പെട്ട തിരുവചന പ്രകാരം മക്കളുടെ എല്ലാവരും വിദ്യാഭ്യാസവും മറ്റും കൊടുക്കുന്ന ഉപരിയായ സത്യത്തിൽ നടക്കുന്നതാണ് താൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തതെന്ന് ആർക്കും നിരവധി സാക്ഷ്യങ്ങളോട് കേൾക്കുവാൻ സാധിച്ചത് എനിക്കും അതിയായ സന്തോഷമുണ്ട്. കർത്താവ് ഗംഭീരനാഥവും പ്രധാനത്തിന്റെ ശബ്ദത്തോടും അനേക ദൈവങ്ങളോട് പ്രത്യക്ഷനാകുന്ന സുദിനത്തില് പ്രിയ അപ്പച്ചനെ നമുക്കെല്ലാവർക്കും മുഖാമുഖമായി കാണാമെന്നുള്ള വലിയ പ്രത്യാശ പ്രിയപ്പെട്ട സാൻകുട്ടിയെയും ബാബുവിനെയും സണ്ണിയെയും മേഴ്സിയെയും ജോയ്സിനെയും ഷേർലിയെയും സർവാശ്വാസങ്ങളെയും ദൈവമായ കർത്താവുകളെ ആശ്വസിപ്പിക്കട്ടെ. കോട്ടയത്തു നിന്നും പ്രിയപ്പെട്ട സൂസമ്മയുടെ മാതൃ സഹോദര ഭവനങ്ങൾ പലരും വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പ്രത്യാശ ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. 6 വാക്കുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സഭയെ സംബന്ധിച്ചിടത്തോളം, ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ആദ്യ സ്നേഹത്തിൻ്റെ ഒരു നല്ല പര്യായമായിട്ട് ഈ പിതാവിനെ എപ്പോഴും കാണുവാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ട്. അനേകര് ഈ സഭയോടുള്ള എൻ്റെ ബന്ധത്തിൽ പലരെ പരിചയപ്പെട്ട് സ്നേഹിച്ചെങ്കിലും ആ സ്നേഹമെല്ലാം മാഞ്ഞു പോകുന്നതായിട്ട് കണ്ടു. പക്ഷേ മായാത്തതായ ആദ്യ സ്നേഹത്തിൽ തൻ്റെ അവസാന നാളുകൾ വരെയും തന്നെ കാണുവാനും സ്നേഹിപ്പാനും തന്ന കർത്താവിൻ്റെ കൃപയ്ക്കായി അതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിഥി സൽക്കാരം അതുപോലെ തന്നെ ദൈവമക്കൾക്ക് അനുയോജ്യമായ എല്ലാ പെരുമാറ്റങ്ങളും ഈ പിതാവിൽ നിന്ന്
കാണുവാനും അനുഭവിക്കാനും കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അനേകർക്കും പ്രസംഗിക്കുവാനും മറ്റു കാര്യങ്ങൾ പറയുവാനും അനേകമുണ്ടെങ്കിലും ജീവിച്ചു കാണിക്കുക എന്നുള്ളത് വളരെ ദുർലഭമായ ഒരവസ്ഥയാണ്. അത് ഈ പിതാവിൽ കാണുവാൻ എനിക്ക് കർത്താവ് സഹായിച്ചു. തൻ്റെ ഈ വേർപാടിനോട് മുമ്പായിട്ട് ഏതാണ്ട് 2-3 ആഴ്ചകൾക്ക് മുമ്പ് പിതാവിനെ വന്ന് കാണുവാനും പ്രാർത്ഥിക്കുവാനും എനിക്കും ഇടവന്നു. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ബഹുമാനപ്പെട്ട സാറിനും എല്ലാ ദാസന്മാർക്കും പ്രിയ എല്ലാ ദൈവമക്കൾക്കും യേശുകർത്താവിൻ നാമ സ്നേഹം അറിയിച്ചുകൊള്ളുന്നു. എനിക്ക് എൻ പ്രിയ അപ്പച്ചനുമായും ഈ കുടുംബമായിട്ടും 1980 മുതൽ ആഴമേറിയ സ്നേഹബന്ധവും കൂട്ടായ്മയുമുണ്ട്. 2 ടീമിലായിട്ട് 12 വർഷക്കാലം ഞങ്ങളിവിടെ താമസിച്ച് അപ്പച്ചൻ സഭയിൽ കർത്താവിന് വേല ചെയ്തിട്ടുണ്ട്. അപ്പച്ചനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ള കരുതലും ഈ കുടുംബത്തിന്റെയും ഇവിടെ സഭയുടെയും സംഭാവനയും ഒരിക്കലും മറക്കാൻ കഴിയാത്തതായ കാര്യമാണ്. ഞാൻ 1970 ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വന്ന് കരോട് വിശ്വാസത്തിലേക്ക് വന്നിട്ട് ചില സഭകളിലൊക്കെ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന മഴക്കോളയിൽ പഠിച്ചിട്ട് ആദ്യം ഇവിടെയാണ് പ്രവർത്തകനായിട്ട് കടന്നു വന്നത്. വാസ്തവത്തിൽ ആ വേർപെട്ട സഭയിലെ വിശ്വാസത്തിന്റെയും വിശ്വാസീയ സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെ ആഴം മനസ്സിലാക്കുവാൻ എന്റെ ജീവിതം പൂർണ്ണമായിട്ടും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാനും ഈ സഭയിൽ വന്ന് സൂക്ഷിച്ചതുകൊണ്ടും പ്രത്യേക ഈ അപ്പത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും സ്നേഹ സഹകരണമായിരുന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇന്ന് രാവിലെ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞോർത്ത് ഞാൻ പൊട്ടിക്കറിഞ്ഞ് പ്രാർത്ഥിച്ചു. അത്രമാത്രം ഒരു പ്രയാസമേറിയ ഘട്ടങ്ങളിൽ എൻ്റെ മൂത്ത മകന് 8-ലും മകള് 5-ലും ഞങ്ങളുടെ കുഞ്ഞ് 2ാം ക്ലാസ് പഠിക്കുന്ന സമയമായിരുന്നു. ഞങ്ങൾ ഉള്ളൂരിപ്പിലെ പഴയ വീട്ടില്, കണ്ടുപോയില്ലാത്ത വീട്ടില്, കക്കൂസില്ലാത്ത വീട്ടിൽ 3 വർഷം താമസിച്ചു. എന്നാൽ ഈ പ്രിയപ്പെട്ട ഭവനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതായ എല്ലാ നന്മയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിലെ വിദ്യാഭ്യാസമൊക്കെ ഇവിടുത്തെ പ്രിയപ്പെട്ട ജോയിസും അതുപോലെ ഷേർലിയും പ്രിയപ്പെട്ടൊക്കെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അതിനുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരിൽ നിന്ന് വളരെ ആശ്വാസമായ വാക്കുകൾ ഞങ്ങൾക്ക് ലഭിച്ചു. ദൈവം പ്രിയപ്പെട്ടവരെ ഇവിടെ കടന്നു വരികയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അതിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഈ സമയത്ത് പല കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. എന്നാൽ സമയത്തിന്റെ പരിധിയാല് ഞാൻ വളരെ 2 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. പ്രത്യേകിച്ച് പ്രിയ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ ഭവനത്തിനും ഞങ്ങളുടെ സഭയ്ക്കും ഈ ദേശത്തിനും ഒരു മാതൃകയുള്ള ദാസനായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ദൈവം 92 വർഷക്കാലം ആരോഗ്യത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി എന്നുള്ളത് ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. 37 വർഷം മുമ്പാണ് എന്റെ മാതാവ് അപ്പച്ചന്റെ ഭാര്യ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. എന്നാൽ ഈ 37 വർഷക്കാലം ഈ ലോകത്തിലെ ജീവിച്ചെങ്കിലും ആ ഒരു ഭാര്യയുടെ ഒരു വിയോഗം തനിക്ക് അനുഭവപ്പെടാതിരിക്കാൻ തക്കവണ്ണം എല്ലാ മക്കളും ശ്രമിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് നന്ദിയോടുകൂടി ഓർക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. കാരണം ഞങ്ങൾക്ക് 6 മക്കളാണുള്ളത്. അപ്പച്ചന് 6 മക്കളാണുള്ളത്. എന്നാൽ 6 മക്കളല്ല, അപ്പച്ചന് 12 മക്കളായിരുന്നു എന്ന് എനിക്ക് പറയാൻ തക്കവണ്ണം സാധിക്കുന്നു. കാരണം അപ്പച്ചന് മക്കളെന്നോ മരുമക്കളെന്നോ ഒരു വ്യത്യാസമില്ലായിരുന്നു. എല്ലാവരെയും ഒരുപോലെ കണക്കാക്കുന്ന ഒരു അപ്പച്ചനായിരുന്നു ഞങ്ങളുടേതെന്ന് പറയാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇങ്ങനെ തമാശ രൂപേണ ചിലർ പറയും അപ്പച്ചന് 6 മക്കളും 6 പ്രിയ മക്കളുമായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയാൻ തക്കവണ്ണം സാധിക്കുന്നു. കാരണം മക്കളെയും മരുമക്കളെയും ഒരുപോലെ സ്നേഹിപ്പാനും അവരെ തിരിച്ചും അതുപോലെ അപ്പച്ചനെ സ്നേഹിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി എന്നുള്ളത് ഓർക്കുന്നു. ഞങ്ങളുടെ ഞങ്ങളെ ദൂര സ്ഥലത്തായിരുന്നപ്പോഴൊക്കെയും ഞങ്ങളുടെ ജ്യേഷ്ഠത്തി സൂസമ്മ അപ്പച്ചനെ ഒരു അപ്പനേക്കാൾ ഉപരിയായിട്ട്
ശുശ്രൂഷിച്ചു എന്നുള്ളത് ഓർക്കുവാൻ തക്കണം സാധിക്കുന്നു. അതുമാത്രമല്ല, എൻ്റെ മൂത്ത സഹോദരൻ 3-4 വർഷമായിട്ട് ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇവിടെ വന്ന് അപ്പച്ചനെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം പൂർണ്ണ സമയം അപ്പച്ചന്റെ കാര്യങ്ങൾ നോക്കുവാൻ തക്കവണ്ണം ഇടയാക്കി എന്നുള്ളത് ഓർക്കുവാൻ തക്കവണ്ണം സാധിച്ചു. ദൈവ അങ്ങനെ പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. പ്രിയ പിതാവ് ഞങ്ങൾക്ക് നല്ല മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ആ മാതൃക പിന്തുടരുവാൻ തക്കവണ്ണം ഞങ്ങൾക്കും ഇടയാകേണ്ടത് ദൈവജനം പ്രാർത്ഥിക്കണം എന്നുള്ള അപേക്ഷയോടുകൂടെ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങള് നന്ദി അറിയിക്കുന്നു. അത് മാത്രമല്ല, ഞങ്ങളെ ടെലിഫോണിൽ കൂടെയും അതുപോലെ നേരിട്ട് വന്ന് കാണുകയും പ്രിയ പിതാവ് രോഗാവസ്ഥയിലായിരുന്നപ്പോൾ കാണുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളുടെ വാത്സല്യ പിതാവിന്റെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഈ സമയത്ത് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് സമയത്തിന് ചുരുക്കം കൊണ്ട് എനിക്ക് പറയുവാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് നല്ല മാതൃക കാണിച്ചു തന്നു. കുടുംബാരാധനയിലുള്ളതായിട്ടുള്ള കൃത്യനിഷ്ഠ, കൃത്യസമയത്ത് തന്നെ രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥന, ദൈവാരാധനയോടുള്ളതായിട്ടുള്ള വാഞ്ച, ഒരു കൂട്ടായ്മ പോലും മുടക്കുവന്നത് അപ്പച്ചന്റെ ജീവിതത്തിൽ വലിയ സങ്കടമാണ്. അതുപോലെ തന്നെ ഞായറാഴ്ചയ്ക്ക് വേണ്ടി, അതായത് അവസാന സമയങ്ങളിലൊക്കെയും ക്ഷീണിതനായിരിക്കുമ്പോൾ ഞായറാഴ്ചയ്ക്ക് വേണ്ടി വളരെ കാത്തിരിക്കുമായിരുന്നു. വെള്ളിയാഴ്ച ആകുമ്പോഴേ എന്നോട് ചോദിക്കും, എന്നാണ് നമ്മൾ ആരാധനയ്ക്ക് പോകുന്നത്. അങ്ങനെ ആരാധനയോടുള്ളതായിട്ടുള്ള ആ വാഞ്ച തന്റെ ജീവിതത്തിൽ എത്രമാത്രം വലുതായിരുന്നുവെന്ന് ഞങ്ങൾക്ക് അതൊരു മാതൃകയായിട്ട് പഠിക്കുവാൻ കൊണ്ട് കർത്താവ് സഹായിച്ചു. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഞങ്ങൾ 6 പേരും ഇന്നും ഐക്യത്തോടെ സ്നേഹത്തോടെ വസിക്കുവാൻ തക്കണം ഇടയാക്കുന്നത് ഞങ്ങളുടെ പ്രിയ പിതാവിന്റെ പ്രാർത്ഥനയും ആ നല്ല മാതൃകയിൽ കൂടി ഞങ്ങളെ വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവസാന നിമിഷങ്ങളിലൊക്കെയും താനെ ഒക്ടോബർ 16 മുതലാണ് പ്രിയ പിതാവ് ക്ഷീണിതനായി വന്നത്. എന്നാൽ 9-ാം തീയതി മുതൽ 16-ാം തീയതി വരെ തൻ കിടക്കയിലായിരിക്കുമ്പോഴും ഞങ്ങളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അതിനെല്ലാം മറുപടി പറയുമായിരുന്നു. അതുപോലെ വാക്യങ്ങള് ഞാൻ ആരംഭം ഇട്ട് കൊടുക്കുമ്പോൾ അനേക വാക്യങ്ങൾ കൂടെ പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പിതാവിന്റെ വേർപാട് വളരെ ദുഃഖമാണ്. എന്നാൽ 1 മാസം ഞങ്ങൾക്ക് ശുശ്രൂഷിക്കാനുള്ള അവസരം ദൈവം തന്നതുകൊണ്ട് ഒരുപക്ഷെ ഞങ്ങളും ഞങ്ങളുടെ മനസ്സിനെയും ഒന്ന് ഒരുക്കിയെടുക്കുവാൻ കർത്താവുന്ന അവസരമായിട്ടാണ് ഞാൻ ഈ സമയത്ത് കണക്കാക്കുന്നത്. ഞങ്ങളുടെ പിതാവിനെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം കർത്താവ് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഏൽപ്പിച്ചതായിട്ടുള്ള ആ ചുമതല, ആ കർത്തവ്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ള വലിയൊരു കൃതാർത്ഥതയും എന്റെ ജീവിതത്തിലുണ്ട്. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥന കേട്ടുപിടുതൽ തന്നു. അങ്ങനെ ഏത് പ്രശ്നം വന്നാലും അപ്പച്ചൻ പറയുവായിരുന്നു, തിങ്ക് പോസിറ്റീവ്, ഒന്നും നിരാശ എന്നുള്ളതല്ല. അതുപോലെ നീതിമാന സന്തതി അപ്പ ഇരക്കുകയില്ല എന്നുള്ള എന്നോട് എപ്പോഴും പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണ്. അനേക വിശുദ്ധന്മാർ പാർത്ത് അനേക ദൈവമക്കളുടെ കണ്ണുനീർ വീർന്ന ഭവനമാണ്. ഈ ഭവനത്തിൽ പാർക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. ഞാൻ മരിച്ചുപോയാലും ഈ ഭവനം ഇതുപോലെ അനേക വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനും ദൈവനാമത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കണം. അതായിരുന്നു അപ്പച്ചന്റെ ആഗ്രഹം. അതിന് ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ട്. എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം സഹായിച്ചതൊക്കെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അപ്പച്ചന്റെ ഇളയ മകളാണ്. എനിക്കും കഴിഞ്ഞ ഏകദേശം 4 വീക്കോളം കടന്നു വന്ന് അപ്പച്ചനെ ഞാൻ കാണാൻ വന്നതാണ്. എന്നാൽ കടന്നു വന്ന് ശുശ്രൂഷിക്കാനുള്ള ഒരു അനുഭവമാണ് ദൈവം എനിക്ക് തന്നത്. വന്ന ഒരാഴ്ചക്കാലം പിതാവ് എന്നോടുകൂടെ ഒത്ത് സംസാരിക്കുകയും പിതാവിനോടൊപ്പം മൊത്തം സമയം ആകുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. അതെങ്ങനെ സാധിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്നാൽ അതെല്ലാം ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും ആയിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഞങ്ങളെ ശിക്ഷണത്തിലും ഞങ്ങളെ ദൈവഭയത്തിലും ഞങ്ങളെ വളർത്തുവാൻ ഞങ്ങൾ പ്രിയപിതാവിനെ സഹായിച്ചു. നിങ്ങളെ എല്ലാവരും അറിയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ മാതാവ് ഞങ്ങളിൽ നിന്ന് വേർപെട്ടിട്ട് 37 വർഷമായി. എനിക്ക് അപ്പച്ചനൊരു മാതാവും പിതാവുമായിട്ടാണ് എന്നെ വളർത്തിയത്. ഞങ്ങൾ തമ്മിൽ വളരെയേറെ അഭേദ്യ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. പിതാവിനെ
ശുശ്രൂഷിക്കാൻ എങ്ങനെ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് എനിക്ക് തന്നെ എനിക്ക് അത് വിശ്വസിക്കാൻ പോലും പറ്റിയ കാര്യമല്ല. ആ സമയത്തൊക്കെയും വളരെ കാര്യങ്ങൾ പറയുവാനും സംസാരിപ്പാനും അതിനുള്ള എല്ലാ സാഹചര്യവും ദൈവം തന്നു. ദേശത്ത് വിശ്വസത്തെ ആചരിപ്പാൻ ദൈവം സഹായിച്ചു. യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞതുപോലെ നീതിമാനും നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നുവെന്ന് അപ്പച്ചനെ കുറിച്ച് ദൈവം പറയും. അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ നല്ലൊരു ജീവിതത്തിന്റെ ഉടമയായിട്ട് ജീവിപ്പാൻ ഈ ഭൂമിയിൽ ദൈവം അതിന് സാവകാശം കൊടുത്തു. ഒരു നല്ലൊരു ജീവിതത്തിന്റെ ഉടമയായിട്ട് നമുക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇനി ഞങ്ങളുടെ അപ്പച്ചൻ ഞങ്ങൾക്ക് ഇനി അപ്പച്ച എന്ന് വിളിക്കാൻ ഞങ്ങൾക്കൊരു പിതാവില്ലല്ലോ എന്നോർക്കുമ്പോൾ പ്രയാസമുണ്ട്. എങ്കിലും ആ പിതാവ് നല്ല സ്ഥാനത്തേക്ക് നല്ല കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഞങ്ങൾക്ക് വെച്ചിട്ട് പോയിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഞങ്ങളെ സഹകരിച്ച എല്ലാ കുടുംബങ്ങളോടും ഞങ്ങളുടെ നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. സണ്ണി ഇവിടുത്തെ ഇളയ മകൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആയിരിക്കാൻ തക്കണം ദൈവം സഹായിച്ചു. ഞാനും എൻ്റെ ഭാര്യ ശാന്തമ്മയും മകൻ ജിമ്മും എൻ്റെ കൊച്ചുമകൻ ഒപ്പം ഇവിടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലെ ലാസ്റ്റ് വീക്സിൽ ഏകദേശം 10 ദിവസത്തോളം ഞാൻ പ്രത്യേകിച്ച് അപ്പച്ചനാണ് കൂടെ ആയിരിക്കാൻ തക്കണം ഞാൻ കടന്നു വന്നു. അപ്പോൾ വന്നപ്പോൾ എനിക്ക് സുസാമ പറഞ്ഞു, ഇളയ പുത്രം വന്നല്ലോ, ഇനിയും മോൻ കിടക്കട്ടെ അപ്പച്ചന്റെ കൂടെ എന്ന് പറഞ്ഞു. അത് ഞാനൊരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. എനിക്ക് അന്ന് ആ 7-8 ദിവസങ്ങള് അപ്പച്ചന്റെ മുറിയിൽ കിടക്കുവാനും അപ്പച്ചൻ 2-3 തവണ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി വിളിക്കും. അത് കട്ടിലിന്റെ സൈഡിൽ കൊട്ടും എണ്ണിക്കും. ബാത്റൂമിൽ പോയി മൂത്രമൊഴിച്ച് തിരിച്ചു വരും. അങ്ങനെ എപ്പോഴും എണ്ണിക്കാനുള്ള സമയം എത്രയായി അത് ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അത് തന്നെ എനിക്ക് അങ്ങനെ ഒരു അവസരം കടന്നു വന്ന് അപ്പച്ചന്റെ ആ നല്ല അവസ്ഥയിൽ തന്നോടുകൂടി ആയിരുന്ന് പല കാര്യങ്ങൾ കാണുവാൻ തക്കവണ്ണം സംസാരിക്കാൻ തക്കവണ്ണം ഇടയായി. എന്നോട് ഇങ്ങനെയും പറഞ്ഞു, നിന്റെ മോന്റെ കാര്യമൊക്കെ നീ നോക്കിക്കോണം. അതാണ് കുടുംബത്തോടുള്ള ബന്ധത്തിൽ അപ്പച്ചന് എനിക്ക് അവസാനമായിട്ട് തന്ന ഉപദേശം. അത് കൂടാതെ എൻ്റെ മകളും ഭർത്താവും സെപ്റ്റംബർ 1-ാം തീയതിയോടെ ഇവിടെ കടന്നു വരുവാൻ സഹായിച്ചു. ആ കൊച്ചുമകനെ എടുത്ത് ഫോട്ടോ മടിയിൽ വെച്ചുകൊണ്ടുള്ള ഫോട്ടോ എടുക്കുവാൻ കൊണ്ടും അന്ന് സാധിച്ചു. അപ്പച്ചൻ പറയുന്നത് പോലെ തലമുറകളെ കാണുക. അപ്പച്ചൻ 4-ാം തലമുറയിൽ കണ്ട് സന്തോഷിക്കുന്ന ഒരു അനുഭവം ഇവിടെ ഓർക്കുണ്ടായി. 6 മക്കളും 12 കൊച്ചുമക്കളും. 12 കൊച്ചുമക്കൾ മാത്രമല്ല, 4 കൊച്ചുമക്കളും ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ അപ്പച്ചനെ കാണുവാൻ തക്കവണ്ണം ഇടയായി. അത് ഇന്ന് ആ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ കൂടെ ഈ സദസ്സിലായിരിക്കാൻ തക്കവണ്ണം ഇടയാക്കി. അങ്ങനെ ഒരു പദവിയാണ് അപ്പച്ചന് ലഭിച്ചിരിക്കുന്നത്. നല്ലൊരു വാർത്തപോലെ ഞങ്ങളുടെ പ്രിയ മാതാവ് 1974 മെയ് 18-ാം തീയതി മരിച്ച് ഇന്ന് 37 വർഷമായി. ഞാൻ രായിച്ചാൻ ഓർപ്പിച്ചതുപോലെ അന്ന് ഒരാൾ പറഞ്ഞത് ഷീ വാസ് എ സൈലന്റ് വർക്കർ ഓഫ് ദ ഗോഡ്. അല്ലാത്തവരൊന്നുള്ള ഏത് ജാതി മതഭേദമന്യേ വലിയവരെന്നോ ചെറിയവരെന്നോ ഒന്നും അപ്പച്ചന് കാര്യമല്ല. അവരെ സൽക്കരിക്കുക, അവർക്ക് എന്തെങ്കിലും കൊടുക്കാതെ ഒരു പോകുക എന്നുള്ളത്, ചെയ്യാതിരിക്കുക എന്നുള്ളത് അപ്പച്ചന് അതാണ് അപ്പച്ചന്റെ ഒരു വേ ഓഫ് ലൈഫ്. അതുപോലെ മാൻ ഓഫ് ഡിസിപ്ലിൻ കേരളീയ ഓർപ്പിക്കുകയുണ്ടായി. ഈസ് എ മാൻ ഓഫ് ഡിസിപ്ലിൻ. ഒരു ദിനചര്യയുണ്ട് അപ്പച്ചന്. രാവിലെ മുതൽ അത് ആ ഷെഡ്യൂൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റണം. ആൻഡ് യു ആർ എ മാൻ ഓഫ് റൈറ്റിംഗ് ഡയറീസ്. ഇന്ന് നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് സാധിക്കുന്നു? ഇന്ന് മലയാളം എഴുതുവാൻ നമുക്ക് കാരണം മൊബൈലും അതും ഇതും ആയിപ്പോയി. അപ്പച്ചനെ ഇത് ഓർപ്പിച്ചതുപോലെ 16-ാം തീയതി വരെ ഉള്ള ഡയറി എഴുതി. പ്രിയ തരം സാർ തന്നെ വന്ന് കണ്ടു എന്നുള്ളതാണ് തന്റെ അവസാന കൈകൊണ്ട് എഴുതിയ വാക്കുകള്. അത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. അത് കൂടാതെ ഞാൻ പറയാം, ഞാൻ ഇപ്പോൾ 1 വർഷം ഞാനിവിടെ വന്നില്ലെങ്കിൽ അപ്പച്ചന്റെ ഡയറി നോക്കിയാൽ മതി. ഈ ഭവനത്തിൽ നടന്ന കാര്യങ്ങൾ, ആരൊക്കെ വന്നു, ആരൊക്കെ സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്, ഏതെല്ലാം രീതിയിൽ. അതുപോലെ തന്നെ കണക്കെഴുതുന്ന കാര്യത്തിൽ അപ്പച്ചൻ പലരും ഓർപ്പിക്കാൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. പലരുടെയും കൃഷികൾ ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെയും വളരെ വിശ്വസ്തനായിട്ട് അത് പുരയിടങ്ങൾ നോക്കിയിട്ടുണ്ട്. തെങ്ങും തേങ്ങായും ഒക്കെയും വളരെയധികം കൈകാര്യം ചെയ്തിട്ടുള്ള അതിനെല്ലാം കൃത്യമായിട്ട് കണക്ക്. ഒരു അവിശ്വസ്തത തന്റെ ജീവിതത്തിൽ വന്നതും വരവും ചെലവും ബാലൻസും. ഈവൻ സുസമ്മാമ 10 രൂപ മേടിച്ചാലും അത് സുസമ്മ 10 രൂപ എഴുതും. അത് ആ
കൊടുത്തതിന്റെ വിലയല്ല, എന്നാൽ ആ കണക്കിലുള്ള വളരെ പ്രതിബദ്ധതയാണ് കാണുവാൻ തക്കണം സാധിക്കുന്നത്. അതുപോലെ യു വാസ് എ മാൻ ഓഫ് വിഷൻ, ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയായിരുന്നു. പല കാര്യങ്ങൾക്കും അപ്പച്ചനെ അത് ഇന്ന് ഈ ഭവനം ഇവിടെ ആയിരിക്കുന്ന തന്നെ ഞങ്ങള് നേരത്തെ നിറക്കെ വീട്ടിൽ താമസിച്ചിരുന്നെങ്കിലും ഇത് അപ്പച്ചന്റെ ആഗ്രഹമാണ്. ഈ ഒരു ഭവനത്തില് അതിന് പലരും ഓർത്തതുപോലെ അനേക ദൈവമക്കൾ കയറി ഇറങ്ങി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച ഈ ഭവനം അത് തനിക്ക് ഇവിടെ പാർക്കണമെന്നുള്ളത് തന്റെ ജീവിതത്തിലെ ഒരു അഭിലാഷമായിരുന്നു. അത് ഇവരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച, അവരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച മാതൃകാപരമായ ജീവിതമാണ് ഇന്ന് വളരെയധികം ഞങ്ങളൊക്കെ യഥാർത്ഥക്കാരെ സ്വാധീനിച്ചതും തെറ്റായ വഴികളിൽ നിന്നൊക്കെ ഞങ്ങളെ ദൂരീകരിച്ചത്. ഈ പരിസരത്തോടെയാണ് ഞാൻ എൻ്റെ പ്രൈമറി സ്കൂൾ വിദ്യാലയത്തിൽ പോയിക്കൊണ്ടിരുന്നത്. വാരാശരിയിൽ ഭവനത്തിന്റെ മുറ്റത്തോടെയാണ് കരുവറ്റായി പോയിരുന്നത്. ഈ സമയത്തൊക്കെയും കാണുന്ന മാത്രയിലൊക്കെയും വളരെയധികം സന്തോഷത്തോടും വാത്സല്യത്തോടും കൂടി ഇടപെട്ടിരുന്നതും വേണ്ടുന്ന നല്ല നല്ല ഉപദേശങ്ങളിൽ കൂടെ മാത്രമല്ല ജീവിതത്തിൽ കൂടി തന്നെ ഞങ്ങൾക്ക് മാതൃകയെ കാണിച്ചു തന്നിട്ടുള്ള ഉപാപ്പന്മാരായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായത്. അടുത്ത സമയത്ത് വളരെയധികം ക്ലേശകരമായ ശാരീരികമായി വളരെയധികം ക്ഷീണിച്ച അവസരത്തിൽ പലപ്പോഴും ഞാൻ ഇവിടെ വരാറുണ്ടായിരുന്നു. അയക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ സംശയകരമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ലോകം വളരെയധികം മാറിപ്പോയി. ഇപ്പോഴത്തെ ചിന്താഗതിയൊക്കെയും വളരെയധികം മാറിപ്പോയി. എന്നാൽ പഴയ ചിന്താഗതി ഒരിക്കലും മറന്നുപോകുന്നതിനിടയാകാതെ ഞങ്ങൾ പിൻഗാമികൾ, ഞങ്ങളുടെ പിൻതലമുറക്കാരൊക്കെയും കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങൾക്ക് മാതൃകയായി ജീവിക്കുന്ന ഈ പിതാക്കന്മാരുടെ പിൻപറ്റി ജീവിക്കുന്നതിന് ദൈവം സഹായിക്കട്ടെ. ഞങ്ങൾ വരവിലെ കുടുംബത്തിലെ എല്ലാവരും കുടുംബത്തിനെ പ്രതികരിക്കട്ടെ. ഈ ഭവനത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, ദൈവം കണ്ണ കാണിക്കട്ടെ. അവരുടെ പ്രത്യാശയോട് പാപ്പനോട് ആ പ്രത്യാശ അവരുടെ ജീവിതത്തിൽ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളിലേക്ക് വേണ്ടി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ സഹോദരന്റെ വേർപാടിൽ കർത്താവെ ആ ദുഃഖത്തില് പങ്കുചേരുവാൻ, അത് കർത്താവെ ഒരു പ്രത്യാശയുടെ അന്തരീക്ഷത്തിൽ അതും ആസ്വദിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് അവസരം തന്നതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവെ ഈ വാത്സല്യ സഹോദരന് 92 വർഷക്കാലം കുടുംബത്ത് പാർത്ത് വിശ്വസ്തത ആചരിച്ച് അനേക പ്രശ്നങ്ങളെ ക്രിസ്തീയ സ്നേഹത്തിലും വിശ്വസ്തതയിലും വിശ്വാസത്തിലും അഭിമുഖീകരിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിച്ച് അവിടുന്ന് നിശ്ചയിച്ച സമയത്ത് അവിടുന്ന് വിളിച്ച് തിരുസന്നിധിയിൽ ചേർത്തിരിക്കുന്ന അതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. തന്റെ ഭൗതിക ശരീരം ഞങ്ങൾ കർത്താവെ സംസ്കരിക്കുവാൻ പോകുന്ന സമയം അടുത്തിരിക്കയാൽ നന്ദിയോടെ സ്തോത്രം. ആ സമയം ഇരുവരെയും ഇരുന്ന തിരുസാന്നിധ്യം പിന്നെയും കൂടെ ഇരുന്ന് ആ ശുശ്രൂഷകളെ അനുഗ്രഹിച്ച് മാനിച്ച് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വേർപാട് മറ്റുള്ളവർക്ക് ദുഃഖവും പ്രയാസവും ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊരു പ്രത്യാശ അവിടെ നൽകിയിട്ടുള്ളതോർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ആ പ്രത്യാശ ഞങ്ങൾക്ക് ഞങ്ങളുടെ വാത്സല്യ സഹോദരനെ അതേ വീണ്ടും കാണാമെന്നുള്ള ദിവ്യ പ്രത്യാശയാണ്. ഈ മർത്യമായത് അമർത്യതയെ പോകുമെന്നുള്ളതും ഈ ദൃശ്യമായത് അദൃശ്യമായ അനുഭവങ്ങളിലൂടെ ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുമെന്നുള്ളതും ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ആകയാൽ അവിടുത്തെ വരവിങ്കൽ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് അവനെതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ അവനോടുകൂടെ എടുക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള ആ ദിവ്യ മൊഴി, ആ ദിവ്യ വചനം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതോർത്ത്, ഞങ്ങൾക്ക് പ്രത്യാശ പകരുന്നതോർത്ത്, ഞങ്ങൾക്ക് ധൈര്യം തരുന്നതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. താൻ ജനിച്ച് വളർന്നും ജീവിച്ചു വരുന്ന ഭവനത്തിൽ നിന്നും ദേശത്തു നിന്നും താൻ ഇപ്പോൾ മാറ്റപ്പെടുകയാണ്. നിത്യതയുടെ തുറമുഖത്ത് അവിടുന്ന് അവനെ വിളിച്ചു ചേർത്തിരിക്കുന്നതോർത്ത് സ്തോത്രം. അവന്റെ ഭൗതിക ശരീരം അതെ ഞങ്ങൾ
മണ്ണിൽ നിക്ഷേപിക്കുന്ന ആ സമയത്തും ശുശ്രൂഷയെ മാനിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. ഇത്രത്തോളം പ്രകൃതി അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം. ബന്ധുമിത്രാദികൾ, ദുഃഖത്തിലിരിക്കുന്നവർ, വാത്സല്യമുള്ളവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവിന്റെ ദിവ്യ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുമാറാകട്ടെ. അവിടുത്തെ സമാധാനത്താൽ ഞങ്ങളെ ആശ്വസിപ്പിച്ച് സമാധാനത്തോടെ കാത്തുകൊള്ളുമാറാകണം. തന്റെ പ്രിയപ്പെട്ടവരെ പ്രത്യേക ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെ എല്ലാവരെയും, സ്നേഹിതർ, ബന്ധുക്കൾ, മിത്രാദികൾ, കൂട്ടായ്മക്കാർ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും സമാധാനത്തോടെ അനുഗ്രഹിച്ച് അയച്ച് അവിടുത്തെ നാമത്തെ അതിലൂടെയും മഹത്വീകരിക്കണമെന്ന് ഞങ്ങൾക്കായി ജീവൻ വെച്ച പരമേശ്വരന്റെ വിലപ്പെട്ട നാമത്തിൽ വിനയപൂർവ്വം യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ഇന്ന് നമുക്ക് യേശുമിശിഹായുടെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് ബലപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കാവലും കൂട്ടായ്മയും നാം ഏവരോടും ഈ വാത്സല്യ ഭവനത്തോടുകൂടെയും ഇപ്പോഴും എപ്പോഴും ധാരാളമായി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രായമുള്ളവർക്ക് അവിടെ വരാൻ കഴിയാത്തവർക്ക് ഇവിടെ ശ്രമിക്കാം. അവർ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ആൾക്കാർ ഇച്ചിരി മുന്നോട്ട് ചെയ്യാൻ എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് മാറി മാറി പോണേ എല്ലാവർക്കും ഒന്ന് കാണണം. എനിക്ക് പോകട്ടെ ഇലക്കിക്കുന്ന കൂടെ പോകണം. ഇവിടെ
സ്വർഗയാത്ര ചെയ്യുമ്പോ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമദീന എത്തപ്പെട്ടോടിരുന്നു എൻ സ്വദേശം കാൺമദീന എത്തപ്പെട്ടോടിരുന്നു ആകയാൽ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ പ്രിയാപ്പച്ചൻ്റെ ഭൗതിക ശരീരമായിട്ട് ഞങ്ങൾ ഈ സമയത്തേരിയിൽ വന്ന് ഞങ്ങളുടെ നാഥനായ ഞങ്ങളുടെ തിരുമുഖത്തേക്ക് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലും ഞങ്ങളുടെ കാലത്തുള്ള ദൈവമാണല്ലോ കർത്താവേ. ഇന്ന് പകൽക്കാലം നിന്റെ പ്രിയദാസന്റെ ഭൗതിക സൂക്ഷിത്തോളം നിങ്ങളെ സഹായിക്കും. ഈ സമയത്ത് അവിടത്തേക്ക് ധാരാളമായി പകരണം. കുഞ്ഞുങ്ങളുടെ ആശ്വാസം പകരണം. സ്വർഗീയ പ്രത്യാശ തരണം. എവിടെയെങ്കിലും പ്രദേശേറിയ ഞങ്ങൾക്ക് പകരണമേ എന്ന് പ്രാർത്ഥന ശക്തീകരിക്കണമേ. കുടിയൊക്കെ എല്ലാവരെയും ആശീർവദിക്കണമേ. സ്വർഗീയ സമാധാനം വിതരണമേ. യേശു സ്തോത്രം. യേശുവിന്റെ പുനനാമത്തിൽ തന്നെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ വ്യക്തമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഞാനാകട്ടെ അവരാകട്ടെ ഇങ്ങനെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചില പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല ഇല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികൾ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിന് എതിരെ കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും മനുഷ്യന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിലയിലത്രയും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും
കീഴാക്കി കൊടുത്തവൻ ഒഴികെയത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടതിനു ശേഷം ദൈവം സകലത്തിനും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെയും അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. നമ്മുടെ പ്രിയ സഹോദരൻ്റെ ഭൗതിക ശരീരം നാം ഈ അവസരത്തിൽ ഇവിടെ സംസ്കരിക്കുകയാണ്. തിരുവചന പ്രകാരം ഒരു ശരീരത്തോടുകൂടെ ഈ വാത്സല്യ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് കാഹളം ധ്വനിപ്പിക്കും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിച്ച് അവനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ അവനോടുകൂടെ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും അവനോടുകൂടെ ഇരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുന്ന സമയത്ത് രൂപാന്തരം പ്രാപിച്ച് മരിച്ച തൻ്റെ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. നമുക്ക് സന്തോഷവും പ്രത്യാശയും നൽകുന്ന ദിവ്യമായ വചനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വാത്സല്യ സഹോദരൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ നമ്മൾ ഇവിടെ സംസ്കരിക്കുകയാണ്. അതുകൊണ്ട് നാം പ്രത്യാശയുള്ളവരായി പ്രാർത്ഥനാപൂർവ്വം ഈ ഭൗതിക ശരീരം നമുക്ക് കുഴിയിലേക്ക് ഇറക്കാം. കാരുണ്യവാനും നിത്യനുമായിട്ട് ഞങ്ങളുടെ ദൈവമേ, അവിടുത്തെ പുണ്യനാമത്തെ ഞങ്ങൾ ഞങ്ങളുടെ വാത്സല്യ സഹോദരൻ 2 വർഷക്കാലം ഈ ലോകത്ത് ജീവിക്കുവാൻ പലവിധമായിരിക്കുന്ന മനുഷ്യൻ നേരിടുന്ന സകലത്തിലും കൂടെ പരീക്ഷിക്കപ്പെട്ടവനായി ജീവിച്ച് നിത്യതയെ പ്രതീക്ഷിച്ച് കർത്താവെ അവിടുന്ന് വിളിച്ച് അവിടുത്തെ സന്നിധിയിൽ ചേർത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. തൻ്റെ ഭൗതിക ശരീരം ഈ സമയത്ത് ഈ മണ്ണാകുന്ന മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള അവിടുത്തെ മാറാത്ത വാഗ്ദത്വവും കൽപ്പനയും അനുസരിച്ച് ഞങ്ങൾ ഈ ഭൗതിക ശരീരം മണ്ണിലേക്ക് കൽപ്പിക്കുകയാണ്. ഒരു നിത്യത ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട്. കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ചതിൻ്റെ മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കും. ആ സമയത്ത് ഞങ്ങളുടെ പ്രിയ സഹോദരനും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ദിവ്യ പ്രത്യാശ ഞങ്ങളുടെ കാര്യങ്ങളെ ആശ്വസിപ്പിക്കുന്നതോർത്ത് ഞങ്ങൾ നാമത്തെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ എന്റെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ചവനെതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ അവനോടുകൂടെ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും അവനോടുകൂടെ ഇരിക്കും. ആ ദിവ്യാനത്താൽ നിറച്ചു ഈ പ്രത്യാശയാൽ ഹൃദയങ്ങളിൽ ആ പ്രത്യാശ പുതുക്കപ്പെട്ട് നിത്യതയോളം കർത്താവെ അല്ല ഞങ്ങളുടെ അവിടുത്തെ വരവ് ഞങ്ങൾക്ക് കാണുവാനും അറിയുവാനും ഇടവരുന്നു എന്ന സാഹചര്യമാണ്. മരിച്ചു എങ്കിൽ ഞങ്ങളും ഇതുപോലെ നിത്യതയിൽ ഉയർത്തപ്പെട്ട് ഇതിനോട് ചേരും. ഇല്ല, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽക്കുമെന്നുള്ള ദിവ്യ പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നവർ ഞങ്ങളുടെ ഈ പ്രിയ സഹോദരന്റെ ഭൗതിക ശരീരം ഞങ്ങളിപ്പോൾ ഭൂമിയിൽ ദാനം ചെയ്യും. മനുഷ്യ നീ മണ്ണാകുന്ന മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള അവിടുത്തെ മാറ്റമില്ലാത്ത ആ വാഗ്ദത്ത പ്രകാരം ഞങ്ങൾ ഈ ഭൗതിക ശരീരം ഭൂമിയിലേക്ക് വയ്ക്കുകയാണ്. കർത്താവേ, നിത്യതയുടെ തുറമുഖത്തെ ഞങ്ങൾ കാണാമെന്നുള്ള ദിവ്യ പ്രത്യാശ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവർ അവന്റെ വാത്സല്യ ഭവനത്തെയും ഭവനത്തിൽ ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരെയും ആ ദിവ്യവചനത്താൽ ആശ്വസിപ്പിച്ച് സഹായിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. പ്രകൃതി അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം. മഹത്വം മുഴുവനും അവിടുത്തേക്കായിരിക്കട്ടെ. മശിഹായുടെ വിലപ്പെട്ട നാമത്തിൽ വിനയപൂർവ്വം യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകുന്നു. ഇതിന്റെ അകത്ത് വെച്ചാൽ മൂടി വയ്ക്കാൻ ചിലപ്പോൾ ഇത് മാറ്റണം.
ആ തലയുടെ താഴ്ത്തിയിട്ട് തല താഴ്ത്തി വെച്ചിട്ട് മുടി വെക്കണം, ഇല്ലെങ്കിൽ അടയത്തില്ല. ആ പൊക്കം വെച്ചേക്കുന്നത് കേട്ടോ മനുഷ്യ, പൊക്കം വെച്ചേക്കുന്നത് നോക്കിയിട്ട് തല താഴ്ത്തി വെച്ച് കയറ് ഇതിൻ്റെ കെട്ടിയിട്ട് അടിക്കൂടെ ഇട്ട് രണ്ട് തലക്കറിൽ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം നിന്നവർ പിടിച്ചു. അങ്കിള് 2 മിനിറ്റ് എല്ലാവരും ശ്രദ്ധിക്കണമേ. 1 മിനിറ്റ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന ദൈവമക്കൾക്ക് ദാസന്മാർക്ക് ഈ ഗ്രാമപ്രദേശത്തുള്ള ഉള്ള ആളുകൾ അങ്ങനെ വിവിധ നിലയിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങൾ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്ന എല്ലാവർക്കുള്ള ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് പ്രിയ തരവൻ സാറ് വളരെ പ്രയാസവും പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലായിരുന്നെങ്കിൽ ഞങ്ങൾ സ്വീകരിച്ച് കടന്നു ഞങ്ങളുടെ ശിഷ്യരെല്ലാം അനുഗ്രഹിച്ചു വളരെ നന്ദിയുണ്ട്. അതുപോലെ മറ്റനേക ദേവദാസന്മാരുണ്ട്, അതിൻ്റെയും പേരെടുത്ത് പറയുന്നില്ല, സഭകമാരെ കടന്നുപോയി. എല്ലാവർക്കുള്ള നന്ദി അറിയിക്കുന്നു. എത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു, അതുകൊണ്ട് ശിഷ്യർക്കായി സ്തോത്രം. ഇവിടുന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ചെറിയൊരു റെസ്റ്റോറൻറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭവനത്തിൽ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അതിനൊന്ന് സംബന്ധിക്കണം. ദൈവത്തോളം ദൈവം സഹായിക്കും. കുഞ്ഞു പലകയുണ്ട്, അത് മുന്നിലോട്ട് കയറി ബോഡി മൊത്തത്തിലേ തള്ളിയാ തലയുടെ ഭാഗത്ത് അങ്ങോട്ട് തള്ളിയാൽ മതി മൊത്തത്തിൽ. പക്ഷേ അങ്ങനല്ല, എൻ്റെ ബോഡി മൊത്തത്തിൽ അങ്ങോട്ട് തള്ളിയാൽ മതി. താഴോട്ട് പൊക്കണം, മൊത്തത്തിലേ പൊക്കണം. അതാണ് മുഖം മൂടുന്ന എടുക്കണം. അതിന് പാസ് ആഗ്രഹിക്കണേ മക്കൾ മുഖം മൂടുന്നത്. മക്കളെ എടുക്കാൻ പറ്റുന്നത് മക്കളാണ് കൈ കൊണ്ടില്ലല്ലോ ചെവിന്റെ അവിടെ വെട്ടി ഇറക്കി വെച്ചിട്ട് മൂടിയാ പോരെ. മൂടിയിട്ട് അതിനെ കയ്യിലോട്ട് പൊക്കി വെട്ടി ഒരുപോലെ കൈവിട് ഇല്ല 4 പേര് ഒരുപോലെ ഇവിടെ എല്ലാവരും ഒന്ന് മാറി ഉണ്ട് ഇവിടെ ഉണ്ട് ഉണ്ട് ഈ മനുഷ്യന് മണ്ണാകുന്നു, മണ്ണിലേക്ക് പ്രകാരം ഞങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ട ഈ പ്രിയദാസന്റെ
കർത്താവെ, മൃതശരീരം ഞങ്ങളിപ്പോൾ മണ്ണിൽ സംസ്കരിച്ചു. ഈ സഹോദരന്റെ ജീവിതത്തെക്കുറിച്ചുള്ള സ്മരണകൾ ഓർത്തുകൊണ്ട് എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താൻ ഓടിയതും പ്രത്യാശ വെച്ചതുമായ തീരത്ത് തനിക്കെത്തിച്ചേരുവാൻ കർത്താവ്